നമസ്കാരം. ഷെക്കൈന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് മലയാളികൾ. അവർ നാട്ടിലായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ, ഈ നാട്ടില് ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒരു നിവൃത്തിയില്ലാതെ ഒഴിവാക്കാത്ത ഒരു സമൂഹമാണ് മലയാളികൾ. എന്നാൽ മലയാളികളുടെ ഈ ഒരു താല്പര്യത്തെ, ഈ ഒരു അനുകമ്പയെ, അലിവിനെ ദുരുപയോഗം ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിനെ മുതലാക്കുന്ന വലിയ ഒരു സമൂഹം നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്നുണ്ടോ എന്ന ആശങ്ക ഏറുകയാണ്. കഴിഞ്ഞ ദിവസം ചാരിറ്റിയുടെ മറവിൽ എറണാകുളത്ത് ക്രൂരമായ പീഡനത്തിന് ഇരയായ ഒരു യുവതിയുടെ ഗദ്ഗതം കേരളം ഞെട്ടലോടെയും ഭയത്തോടെയുമാണ് നോക്കിക്കണ്ടത്. ജീവകാരുണ്യ പ്രവർത്തനം എന്ന ലേബലിന് അപ്പുറമായിട്ട് ചാരിറ്റിയെ ലൈംഗിക പീഡനത്തിനും സാമ്പത്തിക തിരിമറികൾക്കും തട്ടിപ്പിനും മറ്റ് കള്ളപ്പണത്തിന് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്ന ചില തൽപര കക്ഷികൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ടോ? സമീപകാലത്ത് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണവും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബർമാരൊക്കെ ഇത്തരത്തിലുള്ള സമ്പാദ്യങ്ങൾ ശേഖരിക്കുമ്പോൾ അതിൽ സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകണമെന്നൊക്കെയുള്ള നിരീക്ഷണങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ചാരിറ്റി, സോഷ്യൽ മീഡിയ വഴിയുള്ള ചാരിറ്റി പ്രഭുക്കന്മാരെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാർ സംവിധാനങ്ങൾക്കില്ലേ? ഈ വിഷയമാണ് ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു രാജീവ് യൂത്ത് ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ശ്രീ റഷീദ് പറമ്പൻ, എക്ലേഷ്യ യുണൈറ്റഡ് ഫോറം ചെയർമാൻ റവറൻഡ് ഫാദർ ഡോക്ടർ ജോൺസൺ തേക്കടയിൽ, പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ പ്രസിഡന്റ് ഡോക്ടർ ചക്കോ കളാമ്പറമ്പിൽ. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ റഷീദ് പറമ്പിൽ, അങ്ങ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ചാരിറ്റി മേഖലയിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങേപ്പോലുള്ള ആളുകൾ വളരെ കൃത്യമായ രീതിയിൽ ഈ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ പോലും ഈ മേഖലയിലുള്ള പുഴുക്കുത്തുകൾ അത് നിങ്ങൾ ഉൾപ്പെടുന്ന വലിയ സമൂഹത്തിന് മൊത്തത്തിൽ ഒരു അപമാനമായി മാറുന്നില്ലേ? അങ്ങയുടെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എപ്പോഴും സമൂഹത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ, സാമൂഹ്യ പ്രവർത്തകർ എന്ന രീതിയിൽ നമുക്കൊക്കെ ഇതിന് വലിയൊരു പ്രയാസം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് നമ്മളിവിടെ സൂചിപ്പിച്ച എറണാകുളത്ത് വെച്ച് നടന്ന ആ ഒരു പീഡനത്തിന്റെ കഥ. നമുക്ക് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്നൊരു പുതിയ തലങ്ങളിലേക്ക്, കാരണം നമ്മുടെ എല്ലാ മേഖലകളിലും സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം വന്നതുപോലെ തന്നെ ഈ ചാരിറ്റി മേഖലയിലും അത് വന്നു. പക്ഷെ ഇതിനകത്തുള്ള ഒരു കുഴപ്പം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നു. ഇപ്പൊ ഞാൻ 25 വർഷമായ ഒരു ഓർഗനൈസേഷന്റെ, ചെറിയൊരു ഓർഗനൈസേഷന്റെ കീ പേഴ്സണാണ്, ചീഫ് ഫംഗ്ഷണറിയാണ്. നമ്മള് എല്ലാ വർഷവും കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നു. വരുന്ന പൈസ മുഴുവൻ അക്കൗണ്ടുകളിലൂടെ വരുന്നു. അതിന് കൃത്യമായ റെസീറ്റ് നൽകുന്നുണ്ട്. നമ്മൾ ആ ഫണ്ടിന്റെ കൃത്യമായ ഓഡിറ്റും കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് അതിനകത്ത് ആർക്കും എപ്പോഴും വന്ന് പരിശോധിക്കാവുന്നതാണ്. അതേസമയത്ത് ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം, പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ട കാര്യങ്ങളിലും നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ നേരിട്ട് അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ബ്ലോഗേഴ്സായി വരുന്ന ആളുകൾ അവര് ഈ വീഡിയോ ചെയ്ത് അവസാനം ആ വീഡിയോയുടെ ഒരു ഭാഗമായിട്ട് നമ്മളൊക്കെ ഈ മാട്ടൂരിലെ കുട്ടിക്ക് വേണ്ടി, അങ്ങാടിപ്പുറത്ത് ആ SMA രോഗം ബാധിച്ച കുട്ടിക്ക് വേണ്ടി, അതുപോലെ ഒത്തിരി ആളുകൾക്ക് ഇപ്പൊ ഇന്നലെയും മിനിയാന്നും ഒക്കെ നമ്മൾ ഈ 100 റുപ്പി ചാനലിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പങ്കെടുക്കുന്നു. നമ്മൾ മാത്രമല്ല, ഞാൻ ഏതാണ്ട് ഒരു 1300ഓളം ഗ്രൂപ്പുകളിൽ അംഗമാണ്, വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പൊ അത് വിദേശത്തും സ്വദേശത്തും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ അടക്കുന്ന ഞാൻ കേരള NGO കോൺഫെഡറേഷൻ പ്രസിഡന്റ് കൂടി ആയതുകൊണ്ട് ഞങ്ങളെ എല്ലാ NGOകളുമായിട്ട് നെറ്റ്വർക്ക്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഈ വരുന്ന ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ജനുവരിയാണെങ്കിൽ നമ്മൾ അതിനകത്ത് വിട്ടു കഴിഞ്ഞാൽ ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയൊരു ഫണ്ട് നമുക്ക് മൊബിലൈസ് ചെയ്ത് ഈ ആളുകൾക്ക് കിട്ടാൻ പറ്റും. പക്ഷെ അതിനകത്ത് ഞങ്ങൾ നൽകുന്ന പ്രിഫറൻസ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പേരിലാണോ, ആരാണോ ഈ അർഹതപ്പെട്ട ആള്, ആ വ്യക്തിയുടെ പേരിലാണ് അക്കൗണ്ട് എങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം അവരറിഞ്ഞുകൊണ്ടല്ലേ വേറെയുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവിടെ സംഭവിച്ച പലപ്പോഴും നമ്മൾ കേട്ട കാര്യങ്ങൾ വ്യക്തിയുടെ പേരും ബ്ലോഗറുടെ പേരും കൂടി, ആരാണോ ഈ ചാരിറ്റിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കക്ഷി, ഇത്തരം അവതാരങ്ങളുടെ പേരും കൂടി വെച്ച് ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കി അവരുമായി കരാർ ഒപ്പിട്ട് ഇത്ര ഫണ്ട് വന്നാൽ ഇത്ര ഫണ്ട് ഞങ്ങൾ തിരിച്ചു തരണം, അല്ലെ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു തരണം എന്ന് പറയുന്ന ഒരു സംവിധാനം, അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സംഭവമല്ല. അതോടൊപ്പം തന്നെ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എന്റെ നാട്ടില് ഞാൻ ചെറിയൊരു കാര്യം പറയാം, സമയം കുറവായിരിക്കും എന്ന് എനിക്കറിയാം. എന്റെ നാട്ടില് ഷബീർ അലി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് അദ്ദേഹത്തിന് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു.
29 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ 3 കുട്ടികൾ ഒക്കെ ഉള്ള ഒരു പയ്യൻ ഗൾഫിൽ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ കാര്യമായ സമ്പാദ്യമില്ല, ആകെ 7 സെന്റ് ഭൂമിയുണ്ട്. ഇവരൊരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, ഓഫീസിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലെ പിള്ളേർ വന്നിട്ട് പറഞ്ഞു 40 ലക്ഷം വേണം അമൃതേന്ന് ലിവർ മാറ്റി വെക്കാൻ. അപ്പൊ എന്ത് ചെയ്യും? പള്ളിയൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ഒരു 5 ലക്ഷം ഉണ്ടാക്കുക, അതിനപ്പുറം കഴിയില്ല എന്ന് പറഞ്ഞു. അப்புறம் കുഴപ്പമില്ല, നിങ്ങൾ ആ ഭൂമി അവിടെ ഈ ആധാരം നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ബാക്കി പൈസ ഉണ്ടായി തരുമെന്ന് പറഞ്ഞു. നമ്മൾ നിങ്ങൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ചെയ്യാം. ഞാൻ നാട്ടിൽ നമ്മുടെ അഡ്വക്കേറ്റ് ടി കെ എംസ് എൻ്റെ അയൽവാസിയാണ്, മുൻ മന്ത്രി MP ഒക്കെ. പുള്ളിയുടെ ബന്ധപ്പെട്ടു. ഇപ്പോഴത്തെ MLA, അന്ന് പുള്ളി MLA അല്ല, UAE ചെയർമാൻ, പുള്ളിയെ ബന്ധപ്പെട്ടു. അവിടുത്തെ BJP എല്ലാ രാഷ്ട്രീയമുള്ളവരെല്ലാവരും. അവിടുത്തെ 16ഓളം ക്ലബ്ബുകൾ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും വിളിച്ച് ഏതാണ്ട് 10-600 പേരുടെ മീറ്റിംഗ് വിളിച്ച് ചേർത്തിട്ട് കമ്മിറ്റി ഉണ്ടാക്കി. ടി കെ എംസ് ചെയർമാനും അഡ്വക്കേറ്റ് UAE MLA സെക്രട്ടറി, ഞാൻ അതിന്റെ ഖജാൻജി കൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കി. ഞങ്ങൾ 1.5 മാസം കൊണ്ട് 74 ലക്ഷം രൂപ പിരിച്ചു. അതില് നാട്ടിൽ നിന്ന് പിരിച്ചൊരു 10-20 ലക്ഷം, ബാക്കി മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്നു. നമ്മൾ അറിയാത്ത ആളുകൾ പോലും വന്നപ്പോ ബാക്കി പണം 25 ലക്ഷം കൊണ്ട് നമുക്ക് ഈ സർജറിയും അതിന്റെ ബാക്കി ചെലവുകളൊക്കെ കഴിഞ്ഞു. ബാക്കി പണം എന്ത് ചെയ്യണം എന്നായിരുന്നു ചോദ്യം. അപ്പൊ എല്ലാവരും വിളിച്ചു കൂട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞു, ഈ പണം അവിടെ നിൽക്കട്ടെ, നമ്മുടെ നാട്ടിൽ മറ്റു ആളുകൾക്ക് പ്രയോജനപ്പെടുന്നത് വെരിഫൈ ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പൊ ഒരു 3 ആളുടെ കിഡ്നി മാറ്റി വെച്ചു, ഒരു 30ഓളം ക്യാൻസർ രോഗികൾക്ക് സഹായധനം കൊടുക്കുന്നുണ്ട്. ഇനിയും അതിനകത്ത് 9 ലക്ഷത്തിലധികം രൂപ അവിടെ കിടക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായി അക്കൗണ്ട് ചെയ്യുകയും കൃത്യമായി ഇതിനൊരു വ്യവസ്ഥയും കാര്യവും വെച്ച് പോകുന്ന ഒരു കുഴപ്പമില്ല. തീർച്ചയായും, അതായത് കൃത്യമായ കണക്കുകൾ, കൃത്യമായ ഓഡിറ്റിങ്ങുകൾ, സുതാര്യമായ സംവിധാനങ്ങൾ ഇവയുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ വളരെ ഭംഗിയായി കൊണ്ടുവരാമെന്നാണ് അങ്ങയുടെ അനുഭവത്തിൽ നിന്ന് അങ്ങ് ഇവിടെ പങ്കുവെക്കുന്നത്. പൂർണ്ണമായി യോജിക്കുന്നു. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ, അങ്ങ് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലൊക്കെ വളരെ സജീവമായി അങ്ങ് ഇടപെടുന്ന, അങ്ങ് പല മേഖലയിൽ പ്രാവീണ്യം തെളിയിക്കുന്നത്, പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലൊക്കെ അങ്ങ് സജീവമായ ആളുകൂടിയാണല്ലോ. നമുക്ക് ഈ നമ്മുടെ മുമ്പിൽ, ഞാൻ ഈ വാർത്ത വായിക്കുമ്പോൾ പോലും ഞാൻ വളരെ ഞെട്ടലോടെ അടുത്ത കാലത്ത് വായിച്ചൊരു വാർത്തയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സ്നേഹദാനം ചാരിറ്റബിൾ സംഘടന എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് സംഘടനയും അതിന്റെ നേതൃത്വത്തിൽ നൽകുന്ന വയനാട് സ്വദേശികളായ ഷംഷാദ്, മഹബൂബ്, സെയ്ഫുറാൻ, അങ്ങനെ 4-5 പേര് ക്രൂരമായി ഒരു പീഡനം നടത്തുകയാണ് ഒരു സ്ത്രീയെ. അതും ശാരീരികമായിട്ട് ഒത്തിരി രോഗങ്ങൾക്ക് ഉള്ള ഒരു കുടുംബമൊക്കെയുള്ള ഒരാളെ ആണ് ഇങ്ങനെ പീഡനത്തിരയാക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യാനുള്ള ധൈര്യം അത് എന്തുകൊണ്ടായിരിക്കും? ഒരുപക്ഷെ നിയമ സംവിധാനങ്ങളെ ഭയമില്ലാത്തത് കൊണ്ടാണ്? അതോ ഇത്തരത്തിലുള്ള ചാരിറ്റിയെ മറ്റൊരു തരത്തിൽ കാണുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണോ ഇത്ര ക്രൂരമായി, യാതൊരു മനുഷ്യത്വത്തിന്റെ ഒരു അംശം പോലില്ലാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ സാക്ഷര കേരളത്തിൽ സംഭവിക്കുന്നത്? നല്ല ചോദ്യമാണ് നിതിൻ. ഒരു കാര്യം ഇതിനോട് ആദ്യമായിട്ട് പറയട്ടെ. ഇന്ന് വന്നിരിക്കുന്ന വാർത്ത ഒരല്പം കൂടി ഞെട്ടിക്കുന്നതാണ്. ഈ പറഞ്ഞതായിട്ടുള്ള പ്രിയപ്പെട്ടവര് ഇതിനു മുമ്പ് അവയവദാന കച്ചവടവും നടത്തിയിരുന്നു എന്നുള്ളൊരു വാർത്ത ഇവിടെ വന്നിരിക്കുന്നു. അത് നമ്മള് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ നേരത്തെ ഇവിടെ റഷീദ് സാർ പറഞ്ഞതുപോലെ തന്നെ പല ആളുകളും കൊടുക്കുവാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് ചാരിറ്റി എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിന്റെ വ്യാഖ്യാനമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആളുകളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ തക്കവണ്ണം അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഈ ചാരിറ്റി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ അതിനകത്ത് ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ആളുകളാണ് നിരവധി ആളുകൾ. പക്ഷെ അവർക്ക് നേരിട്ട് ചെയ്യാൻ കഴിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ ഈ വിധത്തിൽ ചെയ്യാം. അപ്പൊ അന്ധമായിട്ടുള്ള ഒരു വിശ്വാസം ഇതിനകത്ത് കിടപ്പുണ്ട്. ഉദാഹരണത്തിന് ഈ പറഞ്ഞതായ പ്രിയപ്പെട്ടവർ ഒരു ആഹ്വാനം കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ അവര് ഈ സ്ത്രീയെ അപ്രോച്ച് ചെയ്ത സമയത്ത് സഹോദരിക്ക് ആവശ്യമായിരിക്കുന്ന ചികിത്സ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവർ 100% ഇവർ പറഞ്ഞ വാക്കുകൾ അതേപടിയായിട്ട് വിശ്വസിച്ചു. മാത്രമല്ല അവരെ സഹായിക്കാൻ പല ആളുകളും മുന്നോട്ട് വരികയും ചെയ്തു ഇവർ മുഖാന്തരം. അപ്പൊ അങ്ങനെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തുന്ന, തകർക്കുന്ന ഒരു സംഭവം നടക്കുന്നു. സർക്കാർ പല നിയന്ത്രണങ്ങളും പല സന്ദർഭങ്ങളിലും കൊണ്ടുവന്നത്. ഇപ്പൊ ഞാന് പ്രതിദാനം ചെയ്യുന്ന പല പ്രസ്ഥാനങ്ങളുണ്ട്. അതിനകത്തൊന്നാണ് മലബാർ ബൈബിൾ ഫെലോഷിപ്പ്. ഈ മലബാർ ബൈബിൾ ഫെലോഷിപ്പ് ഒരു NGO കൂടിയാണ്, ഞങ്ങളുടെ ഒരു മിഷൻ ഓർഗനൈസേഷനാണ്. ഈ മിഷൻ ഓർഗനൈസേഷനില് എല്ലാ 3 മാസത്തിലൊരിക്കലും സെൻട്രൽ ഗവൺമെന്റിന് നമ്മൾ റിപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. നമ്മള് ഓഡിറ്റിങ്, അതായത് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിങ് നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റർക്ക് കൊടുത്തിട്ട് അവർക്ക് മുഖാന്തരം ആ റിപ്പോർട്ടുകൾ അയക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും A to Z
സർക്കാർ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. ഇതുപോലെ പല സംഘടനകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഇൻഡിവിജ്വലായിട്ട് നടത്തുന്ന ആളുകളോ അല്ലെങ്കിൽ തട്ടിക്കൂട്ട് സംഘടനകൾക്കോ അതിനകത്തൊന്നും തന്നെ സർക്കാരിന്റെ ഒരു നിയന്ത്രണം ഉണ്ടാകുകയില്ല. മാത്രവുമല്ല, ഇതൊരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അതിനൊരു രജിസ്ട്രേഷൻ നമ്പർ ഉള്ളത് കൊണ്ട് സഹായിക്കുകയും ചെയ്യുമല്ലോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയാണ് സർക്കാരിന്റെ ഒരു പ്രത്യേകമായ നിയന്ത്രണത്തിന്റെ അനിവാര്യത. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പരിശോധിക്കണം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാരൊക്കെ അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കേരള സർക്കാരും അത് ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ ഇതിനകത്ത് പ്രവർത്തിക്കാൻ തൽപരരായിട്ടുള്ള ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോഴാണ് ശരിയായ മോട്ടിവേഷൻ, ഇവരെന്തിനാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്, എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ആളുകൾക്കും ഇതൊരു ഉപജീവന മാർഗമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല, ലക്ഷറിയസ് ലൈഫിന് വേണ്ടിയിട്ടും കൂടി ഇത് ഉപയോഗിക്കുന്നു. അവര് ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ടൽ പരിപാടികളായിട്ട് ഇത് കാണുന്നത്. ആരെയും ഭയപ്പെടേണ്ട, ഇതിന്റെ മറവിൽ പലതും ചെയ്യാൻ കഴിയും എന്ന ഒരു തെറ്റായ ധാരണ ഉള്ളതുകൊണ്ടാണ്. ഇതിനകത്ത് സർക്കാർ നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കണം. അവരതിനുവേണ്ടി എന്തെല്ലാം മറ്റ് കേസുകളിൽ പ്രതിയായോ നോക്കണം. ഇതിനു മുമ്പ് ഏതെങ്കിലും തട്ടിപ്പിൽ ഭാഗമായിട്ടുണ്ടോ നോക്കണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മാത്രമല്ല, ഇത് ഇനിഷ്യൽ ഫേസിൽ കുറഞ്ഞ പക്ഷം മാസത്തിൽ ഒരിക്കലെങ്കിലും പോലീസ് വെരിഫിക്കേഷൻ നടത്തണം. അപ്പോൾ മാത്രമേ ഇതിനകത്ത് പങ്കെടുക്കുന്ന ആളുകൾക്ക്, അതിന്റെ നേതൃത്വ നിരയിൽ വരുന്ന ആളുകൾക്ക് ഒരല്പമെങ്കിലും ഭയം ഉണ്ടാകുകയുള്ളൂ. ഇല്ല എങ്കിൽ എന്താണ്, ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും നമുക്ക് കൺവിൻസ് ചെയ്യിക്കാനും അവരെ കൺവിൻസ് ചെയ്യാനും പറ്റും എന്നുള്ളത് നമ്മുടെ മുമ്പിൽ തെളിവായിട്ടുള്ള ഒരുപാട് രേഖകൾ കിടക്കുകയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ ഇത് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ആളുകൾ സമയത്ത് തന്നെ രജിസ്റ്റർ ഓഫീസ് എന്നുള്ള എൻക്വയറിയും കൂടെ നടത്തണം. ഇപ്പൊ അതൊന്നുമില്ലല്ലോ. ഒരു കമ്മിറ്റി ഫോം ചെയ്ത് നേരെ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രജിസ്റ്റേർഡ് സംഘടനയാണ് എന്ന് പറഞ്ഞ് ആളുകളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സംവിധാനം അത് നിർത്തലാക്കണം എന്നുള്ളതാണ് എന്റെ പക്ഷം. വളരെ വളരെ വ്യക്തമാണ് ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ. ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ, അങ്ങ് നിയമവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. ഇത്തരത്തിലുള്ള പല വിഷയങ്ങളുമായിട്ട് ഇടപെടുന്ന ആൾ കൂടിയാണ്. തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയ വരവോടുകൂടി ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയാവുന്ന ഒരു വലിയ സമൂഹം വന്നതോടുകൂടിയാണോ നമുക്ക് ഇത്തരത്തിലുള്ള ക്രൈമുകൾ നമ്മുടെ നാട്ടിൽ ഏറി വരുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു യൂട്യൂബറിന്റെ ആ ഒരു പബ്ലിക് ഇൻഫ്ലുവൻസ് മാത്രം, ആ ഒരു പേര് മാത്രം മുമ്പിൽ നിർത്തിക്കൊണ്ടായിരിക്കാം ആളുകൾ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക്, സംവിധാനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ചില നന്മ മരങ്ങളുടെയൊക്കെ പേരിൽ ഫ്ലെക്സുകൾ വരെ വെക്കുകയാണ്. ഈ ആള് ഇടപെട്ടത് കൊണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടിയ, അങ്ങനെയുള്ളവർക്ക് ഇലക്ഷനിൽ വരെ നിൽക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുമുണ്ട്. പക്ഷെ ഇവരൊന്നും അക്കൗണ്ടബിൾ അല്ല. ഇവരെ എന്ത് കൊടുക്കുന്നോ, എവിടെ കൊടുക്കുന്നോ, അക്കൗണ്ടബിലിറ്റി എന്നുള്ള സംഭവം ഇവിടെ ഇല്ലാതെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ആദ്യഘട്ടത്തിൽ ശ്രീ നജീബ് പറമ്പിൽ പറഞ്ഞതുപോലെ ഈ അക്കൗണ്ടബിലിറ്റി കൃത്യമായിട്ടുണ്ടെങ്കിൽ, കൃത്യമായ കണക്കുകൾ പരിശോധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഓഡിറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ ഒരു ആശങ്കയ്ക്കും വകയില്ല എന്ന് നമുക്ക് കരുതാൻ സാധിക്കും. അങ്ങനെയാണോ? ഇതിനെ ആദ്യം തന്നെ ഇത്തരത്തിലൊരു ചർച്ച പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിനെ ഷെക്കേന ടിവിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. ഒപ്പം റഷീദ് സാറ് പറഞ്ഞതിന്റെയും ജോൺസൺ അച്ഛൻ പറഞ്ഞതിന്റെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇതിന് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും കാണേണ്ടത് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ഇവിടെ അന്ധത നടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവര് കണ്ണ് പൂട്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പൊ ബ്ലോഗേഴ്സിന്റെ ഫണ്ട് കളക്ഷനെ പറ്റി നമ്മൾ പറഞ്ഞു, അവരുടെ ഈ ബാക്ക്ഗ്രൗണ്ടുകൾ അന്വേഷിക്കുന്നതിന്റെ ആവശ്യകതകളെ പറ്റി പറഞ്ഞു. രോഗികളെക്കാൾ ഉപരിയായിട്ട് മുന്നണി പോരാളികളായിട്ട് മുന്നോട്ട് വരുന്നവരുടെ ബാക്ക്ഗ്രൗണ്ടുകളെ പറ്റി അന്വേഷിക്കാൻ ഈ നാട്ടിൽ സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും പോലും ഇത്തരക്കാർക്ക് ഇത്തരം എന്താണ് പറയാ, സമൂഹത്തിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്ന, അക്ഷരിതാവസ്ഥ ഉണ്ടാക്കുന്ന, സാമ്പത്തിക തിരിമറി ഉണ്ടാക്കുന്ന, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഭാഷയിൽ പറഞ്ഞ ഒരു തീവ്രവാദികൾ എന്ന് വേണേൽ പറയാം. കാരണം അൺഓതറൈസ്ഡ് ഫണ്ട്, അൺഅക്കൗണ്ടബിൾ ഫണ്ട് ഈ നാട്ടിൽ കൊണ്ടുവന്ന് നാട്ടിലെ സാമ്പത്തിക സ്ഥിതിയെ തകടമെടുക്കുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. അത്തരം പ്രവൃത്തികളെ നമുക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾ തന്നെ പറയാൻ പറ്റുന്നത്. അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെ പറ്റി അന്വേഷിക്കാൻ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇത് സർക്കാരിനെ വഞ്ചിക്കുന്ന പ്രവൃത്തിയാണ്.
ഇത് സ്വീകരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെടുന്ന രോഗിയെ വഞ്ചിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതെ 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 നമുക്കൊക്കെ അതെ. അറിയാവുന്ന പല കേസുകളുണ്ട്. രോഗികളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ പിരിച്ചിട്ട് അത് എങ്ങോട്ട് പോയി, എന്തിന് ചെലവഴിച്ചു. ഇപ്പം നമ്മുടെ ആ ഒരു കൊച്ചിന് വേണ്ടിയിട്ട് 18 കോടി രൂപ നമ്മൾ SMA ബാധിച്ച കുട്ടിക്ക് വേണ്ടി അതെ ആ കൊച്ചിന് വേണ്ടി നമ്മൾ പിരിച്ചു. ആ കൊച്ചിൻ എന്റെ അറിവ് അനുസരിച്ച് ആ കുട്ടി മരിച്ചുപോയി. പക്ഷെ ആ ഫണ്ട് എങ്ങോട്ട് പോയി, അത് എന്തിനു ഉപയോഗിച്ചു, അതറിയാനുള്ള ബാധ്യത നമ്മുടെ സമൂഹത്തിനില്ലേ? അത് കേരള സമൂഹത്തോട് പറയേണ്ടതല്ലേ? അത് സർക്കാരിനെ ശ്രദ്ധപ്പെടുത്തേണ്ടതല്ലേ? ഇനി സർക്കാർ ആ ഫണ്ട് കൊണ്ടുപോയെങ്കിൽ തന്നെ ആ ഫണ്ട് എന്തിനാണ് ഞങ്ങൾ ഉപയോഗിച്ചത്? സർക്കാരിന്റെ ഈ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ രോഗി പരിചരണ ശുശ്രൂഷകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി എത്ര ഉപയോഗിച്ചു എന്നുള്ളത് ജനത്തെ അറിയിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ഈ ഒരു മേഖലയിൽ ഈ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ പരാജയമാണ് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തേണ്ട ആദ്യത്തെ. ശരി, ഒരു നിമിഷം, ഒന്ന് ഇടപെടുകയാണ്. അങ്ങ് ഈ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി പരാജയത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും നമ്മുടെ നിയമത്തിൽ എങ്ങനെയാണ് ഞാൻ എന്റെ സംശയം ഇതാണ്, ഇപ്പോൾ ഒരാൾക്ക് ഒരു ഇടിപിടെ എന്നുള്ള ചാരിറ്റിയിലേക്ക് ഇറങ്ങുക സാധ്യമായിരിക്കില്ലല്ലോ. ശരിക്കും ഒരു ചാരിറ്റി നമുക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ നമുക്കൊരു ചാരിറ്റി കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെയാണ് ഒരു യോഗ്യതകൾ? രജിസ്ട്രേഷൻ നിർബന്ധമാണോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു നിയമവശം എങ്ങനെയാണ്? അതായത് ഇതിനെല്ലാം സംബന്ധിച്ച് വ്യക്തവും കൃത്യവുമായ നിയമ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ആ നിയമ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന NGOs ആണ് നമ്മുടെ നല്ലൊരു ശതമാനവും. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു അത് ശരിക്കും ചാരിറ്റി ഫ്രോഡ് എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ചാരിറ്റി ഫ്രോഡ് ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇനി നാളെ ഒരു വിവാദത്തിന് കാരണമാകേണ്ട എന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെ ഞാൻ അതിന് വിശദീകരണം തരാൻ ആഗ്രഹിക്കുക. 2013 ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി പ്രദീപ് നന്ദർജോഗ് എന്ന് പറയപ്പെടുന്ന ജസ്റ്റിസിന്റെ അധ്യക്ഷതയുള്ള ബെഞ്ച് ഒരു ഡോക്ടറുടെ കേസുമായി ബന്ധപ്പെട്ട ആ കേസിലാണ് പറയുന്നത് 99% സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഫ്രോഡാണ്, അത് വെറും മിയർലി മണി മേക്കിംഗ് ഡിവൈസുകൾ മാത്രമായിട്ട് പ്രവർത്തിക്കുകയാണ് എന്നാണ് അന്ന് ഡൽഹി ഹൈക്കോടതി നടത്തിയ പരാമർശം. ഇതിനെ മറികടക്കുന്നതിന് വേണ്ടുന്ന നിയമ സംവിധാനങ്ങൾ രാജ്യത്ത് ഉണ്ടാകണം കുറച്ചും കൂടി ശക്തമായിട്ട് എന്നന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞു വെച്ചു. ഇത് പറയുമ്പോൾ രാജ്യത്തെ നിയമവ്യവസ്ഥ ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. പ്രധാനപ്പെട്ട ഒരു 5 നിയമങ്ങളുണ്ട് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട. ഈ ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ രജിസ്ട്രേഷനും നടത്തിപ്പൊക്കെയായിട്ട് ബന്ധപ്പെട്ട നിയമ സംവിധാനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റീസ് ആക്ട് 1860 രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി ആക്ട്, അതൊരു സെൻട്രൽ ആക്ട് ആണ്. വീണ്ടും ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് ഉണ്ട്. അതൊരു സെൻട്രൽ ആക്ട് അല്ല. പക്ഷേ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ കാര്യത്തിലും ഈ ചാരിറ്റബിൾ ആൻഡ് പബ്ലിക് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ റെഗുലേറ്റ് ചെയ്യുന്ന കാര്യത്തിലും അതിനകത്ത് നിയമവ്യവസ്ഥകളുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 1956 കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 25. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. വീണ്ടും ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് 1961 ഫോറിൻ കോൺട്രിബ്യൂഷൻ ഓഫ് റെഗുലേഷൻ ആക്ട് FCRA നിയമം. ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുകളും എല്ലാം നമുക്ക് ഈ രാജ്യത്ത് കൃത്യമായിട്ട് നിയമ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇവിടെ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നാമ്പലത്തോടെ ഏതെങ്കിലും വ്യക്തികളിലേക്ക് മാത്രമായിട്ട് ഒരു 10 വർഷം മുന്നേ നമുക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കാനുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ 5 വർഷങ്ങൾക്ക് മുന്നേ കേൾക്കാനുണ്ടായിരുന്നില്ല. ഇപ്പൊ വ്യക്തികളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. സൂപ്പർ ഹീറോസ് ഉദയം ചെയ്യുന്നു. പക്ഷെ ആ സൂപ്പർ ഹീറോസ് എല്ലാം സൂപ്പർ വില്ലന്മാരാണെന്നുള്ള വസ്തുത ജനത്തിന് മുമ്പിൽ മറച്ചു വയ്ക്കപ്പെടുന്ന ഒരവസ്ഥ, അത് നമ്മുടെ നിയമ സംവിധാനത്തിന്റെയും നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെയും പരാജയമാണ്. അത് ആണ് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളെ, ഇന്ത്യയിലെ സമൂഹത്തെ ഇതുപോലെ ചൂഷണം ചെയ്യാൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കുന്നത്. തീർച്ചയായും വളരെ വളരെ പ്രശസ്തമായ ആശയമാണ് പങ്കുവച്ചത് ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കുറെ നാളുകൾക്ക് മുമ്പ് വർഷ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു ഫിറോസ് കുന്നുംപറമ്പിൽ അല്ലെങ്കിൽ ശ്രീ സാജൻ കേച്ചേരി ഇവരൊക്കെ തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയം, ആ വർഷ എന്ന പെൺകുട്ടിയാണ് കേരളത്തിലെ സമൂഹത്തെ അറിയിച്ചത്. അവരുടെ ചികിത്സയ്ക്ക് എന്ന പേരിൽ ഇത്ര തുക കൈപ്പറ്റുന്നു, അതിൽ ഒരു വലിയ തിരിമറി ഉണ്ടാകുന്നു, ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് പറയുന്നു, ആ ഫണ്ടിൽ തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള വലിയ സങ്കേതങ്ങളും ചർച്ചകളും ഒക്കെ നമ്മൾ ഒരു 1-2 വർഷം മുമ്പ് തുടങ്ങിയതാണ്. എന്നാൽ അതിനുശേഷം നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവരൊക്കെ ഇപ്പോഴും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുമായിട്ട് യാതൊരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. എന്റെ ചോദ്യം അതൊന്നുമല്ല. പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ധാരാളം അൽമായർ, കത്തോലിക്ക സഭ മാത്രമല്ല എല്ലാ മതസ്ഥരും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്ന സമൂഹങ്ങളാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ
അവരെ കൂടി അവരുടെ സൽപ്പേരിന് പോലും കളങ്കം ഏശുന്ന രീതിയിലേക്ക് പിടിമുറുക്കുന്ന സാഹചര്യമല്ലേ കേരളത്തിലുള്ളത്? നിതിനെ, ഞാൻ അതിനോട് ചേർത്ത് വെച്ച ആദ്യം അതിന് ആമുഖമായ ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് കൂടുതൽ വ്യക്തമാവുന്നു. തീർച്ചയായും പറയൂ. ജീവകാരുണ്യ സ്ഥാപനങ്ങൾ, അത് NGOs തുടങ്ങുന്നതാണെങ്കിൽ വിവിധ സമുദായങ്ങൾ തുടങ്ങുന്നതാണെങ്കിലും ഒക്കെ അതിന്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം ഇന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ട സാഹചര്യമാണ്. രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന്, ചില സ്ഥാപനങ്ങൾ ജീവകാരുണ്യത്തിന്റെ മറവില് അസന്മാർഗികതയോ അല്ലെങ്കിൽ സാമ്പത്തിക ലക്ഷ്യമോ ലാക്കിയാക്കിക്കൊണ്ട് അത് കൈവരിക്കാൻ വേണ്ടി ചില സ്ഥലങ്ങളിലേക്കും തീവ്രവാദത്തെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത്, നമ്മൾ കാണാതെ പോകരുത്, ഇത്തരം സ്ഥാപനങ്ങളുടെ മേലെ ഒരു ഡീ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതിന് പറ്റിയ വിധത്തിലുള്ള നിയമ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നു. JJ ആക്ട് അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെ ഒരു ബാലൻസ് ഇല്ല. അതായത് JJ ആക്ടിന്റെ തുടർച്ചയായിട്ട് വന്നോളം നിയമത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു ബാലൻസിങ് ഇല്ലാത്ത നിയമവ്യാഖ്യാനം പല സ്ഥാപനങ്ങൾക്കും അപകടമുണ്ടാക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. ഇതിലെ കള്ളൻ ആരാണ്, ഇതിലത്തെ വെള്ളൻ ആരാണെന്ന് തിരിച്ചറിയുവാൻ തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം നമ്മുടെ ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു പരിതാപകരമായ അവസ്ഥയാണ്. ആദ്യം അതിന് ചില മാറ്റങ്ങൾ ഉണ്ടാവണം. ഉദാഹരണത്തിന് കേരളത്തിൽ 2000-ഓളം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, 2200-ഓളം സ്ഥാപനങ്ങൾ നിലവിലുണ്ടായിരുന്നു. അതിൽ ഏകദേശം 1200-ഓളം സ്ഥാപനങ്ങൾ തന്നെ നമ്മളുടെ ഓർഫനേജുകളായി, കുട്ടികളുടെ ഓർഫനേജുകളായിരുന്നു. ഈ 1200-ഓളം സ്ഥാപനങ്ങളിൽ 850 അല്ലെ 800-ലധികം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോയത് ക്രൈസ്തവ സമുദായങ്ങളാണ്, വിവിധ സമുദായങ്ങൾ തന്നെയാണ്. അതേ സമയത്ത് ബാക്കിയുള്ള ഒരു 50 അല്ലെങ്കിൽ ലെസ് ദാൻ 100 സ്ഥാപനങ്ങളെ ഉള്ളൂ ഹൈന്ദവ സമുദായത്തിന്റെ NGOs ആയിട്ട് നടക്കൊണ്ടുപോയത്. ബാക്കി ഉണ്ടായിരുന്ന മുസ്ലിം സമുദായത്തിലുമായിരുന്നു. പക്ഷേ ഈ JJ ആക്ടിന്റെ ഒക്കെ കർശന നിയമങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഏകദേശം 400-ഓളം സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ ഓർഫനേജുകൾ തന്നെ അടച്ചുപൂട്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ 250 എണ്ണവും ക്രൈസ്തവ സമുദായത്തിൻ്റെത് തന്നെയാണ് എന്നുള്ളതും അവിടെ നിലനിൽക്കും. അപ്പൊ അവിടുത്തെ സ്റ്റാഫ് പാറ്റേണിന്റെ നിയമം, അല്ലെങ്കിൽ അവിടെ ഓരോ ആഴ്ചയിലും കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കണമെന്ന നിയമം, അവിടെ കുട്ടികളെ എടുക്കുന്നത് പോലെ കൃത്യമായ പെർമിഷൻ മേടിച്ചു വേണമെന്നുള്ള നിയമം, വീട്ടിൽ വിടാനായിട്ട് പെർമിഷൻ വേണം, ജില്ല വിട്ട് പറ്റില്ല. മുമ്പ് കേരളത്തിന് വെളിയിൽ വരെ പറ്റുമായിരുന്നു. അത്തരം നിയമങ്ങൾ ഈ ഡീ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷന്റെ ഭാഗമായി വീട്ടിൽ നിർത്തി സ്പോൺസേഴ്സ് ഒക്കെ കൊടുത്ത് പഠിപ്പിച്ചാൽ മതി എന്നുള്ള ഗവൺമെന്റിന്റെ അതൊക്കെ വന്നത് ഈ സ്ഥാപനങ്ങളുടെ മേൽ കൂച്ചുവിലടങ്ങും. ശരിയായ വണ്ണം പ്രവർത്തിച്ചു പോയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുകയും, എന്നാൽ ഈ സ്ഥാപനങ്ങളുടെ പേരിന്റെ മറവിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള അസന്മാർഗികതയോ അല്ലെങ്കിൽ സാമ്പത്തിക ലക്ഷ്യം അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മറുവശത്ത് നിൽക്കുകയാണ്. ഇതിനെ തിരിച്ചറിയുവാനും തിരുത്തേണ്ടതിനെ തിരുത്തുവാനും അടയ്ക്കേണ്ടതിനെ അടപ്പിക്കുവാനും കുറയ്ക്കേണ്ടതിനെ തുറപ്പിക്കുവാനുള്ള ഒരു സംവിധാനം നമുക്ക് ഭരണ സംവിധാനങ്ങൾ അതിനുള്ള ആർജവം കാണിക്കണം. അതാണ് ആദ്യം എനിക്ക് ആമുഖമായി ഇതിനകത്ത് ചേർത്ത് വെക്കാൻ. അങ്ങനെ വരുമ്പോ കേരളത്തിന്റെ ഓർഫനേജസിന്റെ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ ലക്ഷ്യമല്ല മറ്റു സംസ്ഥാനങ്ങൾ. കേരളത്തിൽ ഇപ്പോ നമ്മളെല്ലാ കുട്ടികളും ഓർഫൻസ് അല്ല. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ എടുത്താൽ ഞാൻ ഏകദേശം സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തപ്പോൾ അതിനകത്ത് 50% ത്തോളം മാത്രമേ ക്രിസ്ത്യൻ സ്റ്റുഡന്റ് അല്ലെങ്കിൽ കുട്ടികളുള്ളൂ. അവരെല്ലാം ഓർഫൻസ് അല്ല, വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം വരുന്നവരാണ്. ബാക്കിയുള്ളത് മറ്റു സമുദായങ്ങളിൽ പെടുന്നത് തന്നെയാണ്. അതേസമയത്ത് മുസ്ലിം യത്തീംഖാനകളിലെ മഹാഭൂരിപക്ഷവും സ്വാഭാവികമായിട്ടും ആ സമുദായത്തിലുള്ളവർ തന്നെയാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അതേ രീതിയിലുള്ള നിയമം അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയും അതിനെ തിരുത്തേണ്ട മേഖലകൾ തിരുത്താനുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്യണം ഒരു വശത്ത് നിൽക്കുന്നു. രണ്ടാമത്തത്, നമ്മൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളിലൂടെ അരങ്ങേറുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ, പ്രത്യേക ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ എടുത്താൽ ഞാൻ കണ്ടത് അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ സാധ്യതയുണ്ട്. ഒരാൾക്ക് എന്തെങ്കിലും ചെറിയ വീഴ്ച വന്നു ഉടനെ അധികവും പ്രീസ്റ്റോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ ഒക്കെ നേതൃത്വം കൊടുക്കുക, അവരെ അങ്ങ് മാറ്റി ഒരാളെ വെച്ചിട്ട് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷെ മറ്റ് പല സ്ഥാപനങ്ങളെയും കാണുന്നിടത്ത് നമ്മൾ കാണുന്നത് അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോസസ്സ് സാധ്യമല്ല. ഈ പോകുന്ന ആള് തന്നെ വീഴ്ച വന്നാലും തുടർന്ന് പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. അതും തിരുത്തപ്പെടേണ്ടതാണ്. ആ തരത്തിലുള്ള കറക്ഷൻസ് നടത്തി നല്ല സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ മറവിൽ നടക്കുന്ന മറ്റ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ശക്തമായ നിയമ നടപടികളും സമൂഹ പിൻബലവും അതിനാവശ്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അത് രണ്ടുപേരുടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. സർക്കാരിന്റെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. സമൂഹത്തിന്റെ പൊതുബോധത്തിന്റെ
കൂടെ ഒരു കടമയാണെന്ന് ഞാൻ ശരി, മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ ക്ഷമിക്കണം ഡോക്ടർ ചാക്കോ കലാമ്പറമ്പിൽ. അതായത് സർക്കാർ സംവിധാനങ്ങളുടെ ഈ ചാരിറ്റി കൊടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് സംവിധാനങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഈ ക്രൗഡ് ഫണ്ടിങ്ങിനെ മറ്റൊരു രീതിയിൽ ഒരു പബ്ലിക് ആയിട്ട് ഇപ്പൊ നമുക്ക് മുഖ്യമന്ത്രിയുടെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്ന പോലെ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു ഫണ്ടിലൊക്കെ നമുക്ക് ആർക്കും ഈ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്രൗഡ് സോഴ്സ് ഫണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന പല ചാരിറ്റി നേതാക്കന്മാരും ഇല്ലാതെ തന്നെ ചാരിറ്റി ചെയ്യാൻ നമുക്ക് സാധിക്കുമല്ലോ. അത്തരത്തിലുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ചാരിറ്റി വീരന്മാരെ ആശ്രയിക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാകുക? അതായത് ആ ഫണ്ടിന്റെ അഭാവമല്ല, ഇപ്പൊ തന്നെ നമ്മൾ JJ ആക്ട് അനുസരിച്ച് ഓരോ കുട്ടിക്കും ഓരോ ഓർഫനേജസിലെ അല്ലെ ഓരോ കെയർ ഹോമിലെ അംഗങ്ങളും കൊടുക്കേണ്ടതിനെ കുറിച്ച് കൃത്യമായ നിയമ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ ആക്ട് വന്ന ശേഷം ഒരു സ്ഥാപനത്തിനും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത്തരത്തിലുള്ള ഒരു ഗ്രാന്റ് ലഭിക്കുകയോ ഒരു ഇൻഫ്രാസ്ട്രക്ചറുള്ള സൗകര്യം ലഭിക്കുകയോ മറ്റേതെങ്കിലും ധനസഹായം ലഭിക്കുകയോ സാധ്യമാകാത്ത വിധത്തിൽ ആ നിയമത്തിന് ഒരു നൂലാമാലകളാണ് പ്രശ്നം അല്ലെ? പ്രശ്നം വരുന്നത്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശ്രീ റഷീദ് പറമ്പൻ, നമ്മുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, അങ്ങ് ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ 40 ലക്ഷവും 50 ലക്ഷവും ഒക്കെ ചികിത്സയ്ക്ക് ആവശ്യമുള്ള വലിയ ഗുരുതരമായ രോഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ചെറിയ ശസ്ത്രക്രിയകൾക്ക് പോലും നമ്മൾ ഈ ചാരിറ്റി ചെയ്യുന്ന ആളുകൾ, ഞാൻ അങ്ങയുടെ സ്ഥാപനത്തെ കുറിച്ചോ അങ്ങയുടെ വഴികളെ കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്, പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലരും ഒരു ചെറിയ കേസാണെങ്കിൽ പോലും അവർ മിനിമം ഒരു 30 ലക്ഷം രൂപ 50 ലക്ഷം രൂപ അവർ പറയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ആവശ്യത്തിൽ കൂടുതലായ തുക ഇവർ തന്നെ, ഇത്തരത്തിലുള്ള ചാരിറ്റി രാജാക്കന്മാർ തന്നെ ഇത്തരത്തിലുള്ള തുക വേണമെന്ന് അങ്ങ് സ്ഥാപിക്കുകയാണ്. എന്നാൽ ഇതേ ചികിത്സ ഒരു സർക്കാർ സ്ഥാപനങ്ങളിൽ ഒരുപക്ഷെ 8-10 ലക്ഷം രൂപയ്ക്ക് ഒരുപക്ഷെ ചെയ്യാൻ സാധിച്ചേക്കാം. എന്നാൽ പ്രൈവറ്റ് ആയ ചില ആശുപത്രികളുമായിട്ടുള്ള ഒരു ബന്ധവും ഒക്കെ ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. എത്രത്തോളം വസ്തുത ഉണ്ടാകാം? ഇത് ഈ ആശുപത്രികൾ കൂടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൂടി ഇടപെടുന്ന ഒരു വിഷയമായിട്ട് നമുക്ക് ഇതിനെ കാണേണ്ടതായിട്ടുണ്ടോ? നമ്മൾ ഇതിനകത്ത് കാണേണ്ട കാര്യം, നമ്മള് വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മള് അവയവദാനവുമായി ബന്ധപ്പെട്ട് സർക്കാർ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവയവദാനം നടത്താൻ പറ്റൂ. നമുക്ക് അതിനൊരുപാട് ഗുണവശങ്ങളും ദോഷവശങ്ങളും ഉണ്ട്. അതേ സമയത്ത് ഞാൻ ചോദിക്കുന്നത്, സ്വകാര്യ മേഖലയുള്ള കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇക്ര എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ സ്വന്തം സഹോദരിയുടെ രക്തബന്ധമുള്ള ഒരാള് കിഡ്നി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ കേവലം 3 ലക്ഷം രൂപക്ക് കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തി കൊടുക്കാൻ അവർ തയ്യാറാണ്. ഞാൻ എത്രയോ കേസ് അവിടെ കൊണ്ടുപോയിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം? 3 ലക്ഷമാണ്. വെറും 3 ലക്ഷം മാത്രം. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇതൊരു അറിവായിരിക്കാം. നിങ്ങൾ എത്ര കേസ് ഉണ്ടോ വിട്ടോ, പക്ഷെ സഹോദരിയോ ഭാര്യയോ മക്കളോ അങ്ങനെ അടുത്ത് ബ്ലഡ് റിലേഷൻ രക്തബന്ധം ആളുകളാണെങ്കിൽ രക്തബന്ധങ്ങളാണെങ്കിൽ അവർ ചെയ്തു തരും. അതേ സമയത്ത് ഇപ്പൊ ഞാനൊരു 6-7 കേസുകൾ ഇപ്പൊ അടുത്ത കാലത്ത് അവിടെ ബന്ധപ്പെട്ടിട്ട് അവിടെ ചെയ്യാൻ പറ്റാത്ത കേസുകളുണ്ട്. കാരണം രക്തബന്ധമുള്ള ആളുടെ നോക്കുമ്പോൾ ക്രോസ് മാച്ച് ചെയ്യുന്നില്ല, പുറത്തുനിന്ന് ആളെ എടുക്കേണ്ടി വരുന്നുണ്ട്. ഈ പുറത്തുനിന്ന് ആളെടുക്കുമ്പോ നമ്മളിപ്പോ കേരളത്തിലെ പല ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലിൽ പേരൊന്നും പറയുന്നില്ല, ഇവരുടെ ഞാൻ പറഞ്ഞത് ആളുകൾക്ക് ഒരു അറിവ് കിട്ടാൻ ബന്ധപ്പെട്ടാൽ ഒരു നല്ല കാര്യം ചെയ്ത് നടക്കുന്നുണ്ട്. അതേ സമയത്ത് മറ്റു പല ഹോസ്പിറ്റലുകളും ഇതേ ശസ്ത്രക്രിയക്ക് ഈടാക്കുന്നത് 21 ലക്ഷം രൂപ. 18 ലക്ഷം അധികം. മാറ്റം നിങ്ങൾ നോക്കണം. 18 ലക്ഷം അധികം. അതെ, അതിൽ 10 ലക്ഷം പോകുന്നത് ഡോണർക്കായിരിക്കാം, ചിലപ്പോ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അത്തരം കേസുകൾ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പോ സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. സർക്കാരിന്റെ സ്ഥാപനങ്ങൾ, ഇപ്പൊ നമുക്ക് കോവിഡ് വന്നപ്പോ നമ്മൾ സർക്കാർ ആശുപത്രികളിലാണ് കോവിഡ് ചികിത്സയ്ക്ക് സൗകര്യം ആദ്യം ഒരുക്കിയത്, വെന്റിലേറ്ററുകളും കാര്യങ്ങളും. പക്ഷെ അത് തികയാതെ വന്നപ്പോൾ നമുക്ക് സ്വകാര്യ ആശുപത്രിയുടെ ബന്ധപ്പെടേണ്ടി വന്നു. ഇവിടെ ഇപ്പോ ഫാദർ ജോൺസൺ സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങള് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഗോപാലകൃഷ്ണൻ, ഇപ്പൊ മാറിയ കലക്ടർ, അദ്ദേഹം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹമായിട്ട് ഇങ്ങനെ ഇരുന്ന് പേഴ്സണലായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. അപ്പൊ ഈ അവസ്ഥ കണ്ടപ്പോ പലപ്പോഴും ഈ ശ്വാസം കിട്ടാതെ പെടുന്ന ആളുകൾക്ക് ഒരു വെന്റിലേറ്റർ കിട്ടാൻ വേണ്ടി 10-30 മുലിയുടെ ദിവസം വരുന്നത്, അങ്ങനത്തെ ഒരു അവസ്ഥ സെക്കൻഡ് വേവിലുണ്ടായിരുന്നു. ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ക്രൗഡ് ഫണ്ടിങ് നമുക്ക് ചെയ്തുകൂടെ? പുള്ളി ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്ക് അമേരിക്കയിലൊക്കെ വർക്ക് ചെയ്ത് കുറെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പുള്ളി മെനക്കെട്ട് 8 കോടി രൂപ കളക്ട് ചെയ്തു. ഇപ്പൊ എനിക്ക് 20 കോടി ലക്ഷ്യമിട്ട് വെച്ചുകൊണ്ട് തുടങ്ങിയ സംഭവമാണ്. തുടങ്ങിയപ്പോ തന്നെ കുറെ ആളുകൾ പറഞ്ഞു മലപ്പുറം ജില്ലക്ക് ബക്കറ്റും
മറ്റുള്ളവർക്ക് ബഡ്ജറ്റും എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച ആളുകളുണ്ട്. ഞാൻ ശരി. എനിക്ക് അതിനോട് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വലിയ വിവാദമായിരുന്നു ആ സമയത്ത് ഈ തീരുമാനം. വിവാദമായിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ അദ്ദേഹത്തോടൊപ്പം എന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ പോലും അതിനെ എതിർത്തപ്പോഴും ഞാൻ അയാളെ കൂടെ അതിന് സ്ട്രോങ് ആയിട്ട് നിന്ന ആളാണ്. കാരണം ഏതാണ്ട് ഒരു 100ഓളം വെന്റിലേറ്ററുകൾ ഇന്ന് സർക്കാർ ആശുപത്രികളിലേക്ക് കൊടുത്തു. എക്സാക്ട്ലി. അതുപോലെ ഓക്സിജൻ കോൺട്രാക്ടറുകൾ ഒരു 500 കോൺസെൻട്രേറ്ററുകൾ വാങ്ങിയിട്ട് പല ഹോസ്പിറ്റലിലേക്കും കൊടുത്തു. മന്ത്രി മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ വലിയ പ്ലാൻ ഉണ്ടാക്കി. ഇതൊക്കെ ഇത് എന്താണ്? ഇത് ആർക്ക് വേണ്ടിയിട്ടാ? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ. അവിടെ ജാതി നോക്കുന്നില്ല, മതം നോക്കുന്നില്ല. അത് സർക്കാർ സംവിധാനത്തിലെ പുള്ളി. അതെ, ഇത് കുറെ കൂടെ വിശ്വാസ്യതയുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വ്യക്തിയല്ല, ഒരു സർക്കാർ സംവിധാനം, പ്രത്യേകിച്ച് ജില്ലാ കളക്ടർ പോലെ സർക്കാരിന്റെ പ്രതിനിധിയാണ്. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തില് അല്ലെങ്കിൽ RDOമാരുടെ നേതൃത്വത്തില് ഇത്തരം സംവിധാനം ചെയ്ത് ജനങ്ങളുടെ സഹായത്തോടു കൂടി പങ്കാളിത്തത്തോടു കൂടി ഇത്തരം സംവിധാനങ്ങൾ ഹോസ്പിറ്റലുകൾ നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റികളാക്കി മാറ്റാൻ സാധിക്കും. അവിടെ കുറെ കള്ളനാണയങ്ങൾ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം, ഇവിടെ ഓഡിറ്റിനെ കുറിച്ച് എല്ലാവരും പറയും. പക്ഷെ ഞാനൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിന് ഭാഗം NGO എന്ന് പറയുമ്പോൾ സോഷ്യൽ എഞ്ചിനീയേഴ്സാണ്. തീർച്ചയായും നമ്മൾ അണ്ടർ ദി സൺ അപ്പർ ദി എർത്ത് ഏത് കാര്യം ഏറ്റെടുക്കുന്നത്? കാരണം എന്റെ കയ്യിൽ ഒരു 180ഓളം സ്റ്റാഫ് ഉണ്ട് പല പ്രൊജക്ടുകളായിട്ട്. അത് എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പിന്നെ MSWക്കാരുണ്ട്, LLBക്കാരുണ്ട്, MBAക്കാരൊക്കെ ഉണ്ട്. ഞാൻ പലപ്പോഴും പറയണ്ടേ, ഞാൻ ഇന്നുവരെ PSC എഴുതിയില്ല. അപ്പൊ എന്റെ മക്കളൊക്കെ ചോദിക്കും, നിങ്ങൾക്കൊരു ജോലിക്ക് പോയി ഈ നാട്ടുകാരെ ഇതുമായിട്ട് നടക്കുന്നതായിരുന്നു പറയുമ്പോൾ ഞാൻ പറയും ഇവിടെ ഒരു അണ്ടർ ദി സൺ അപ്പർ ദി എർത്ത്. കാരണം നമ്മളെ കീഴിൽ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, വക്കീലന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ നമുക്ക് എല്ലാം ഏറ്റെടുക്കാൻ പറ്റും. ഡോക്ടറുടെ കാര്യമേ പറ്റുള്ളൂ. ഞാൻ എന്റെ ഇത് പറയുന്നില്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സംവിധാനം നമ്മൾ കൃത്യമായി കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഒരു ഓഡിറ്റിന് പുറമെ സർക്കാർ നിയമം കൊണ്ടുവരണം. സോഷ്യൽ ഓഡിറ്റ് വേണം. ഇപ്പൊ ഞാൻ പറയപ്പോ അടുത്ത ദിവസം ഇപ്പൊ എടപ്പറ്റ പഞ്ചായത്തില് 3 പേർക്ക് കണ്ണ് കാണില്ല. അതിൽ ഒരാളുടെ കിഡ്നിയും പോയിരിക്കുന്നു. ആ വീട്ടിലെ അവസ്ഥ പരിതാപകരമായ അവസ്ഥ. അവർക്ക് വേണ്ടി ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു നന്മ മരം വന്ന് അത് പറഞ്ഞു ഒരുപാട് പൈസയും കിട്ടി. ഞാൻ അയാളെ കുറ്റപ്പെടുത്തില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ആ 3 പേരെ സഹായിക്കാൻ സർക്കാരിന് സാധിക്കും. സർക്കാരിന്റെ ഡ്യൂട്ടി നമ്മൾ കൊടുത്ത പണം കൊണ്ടാണ് സർക്കാർ ചാരിറ്റി എടുത്തത്, അല്ലേ? സെക്യൂരിറ്റി മിഷന്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏതാ? സർക്കാർ നമ്മൾ ജനങ്ങളെ നികുതി പണമല്ലേ? നമ്മളെ നികുതി പണം വാങ്ങിയിട്ടാണ് സർക്കാർ ചെയ്യുന്നത്. അപ്പൊ സർക്കാർ ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ. ഇവിടെ വലിയൊരു അളവ് വരെ ചൂഷണം. കാരണം ഇപ്പൊ 18 കോടി രൂപ ചെലവ് വരുന്ന ഒരു മെഡിസിൻ അത് അത്യന്താപേക്ഷിതമാണ് എന്നത് നമുക്കിപ്പോ അത്തരം ആളുകൾ ഒരു 6-7 രോഗികൾ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ അടുത്ത കാലത്ത് നമ്മൾ അത് നമ്മൾ അറിയില്ല. അവർക്ക് വേണ്ട ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ വിചാരിച്ചാൽ വിദേശത്ത് നിന്ന് ഇഷ്ടം പോലെ ഇത്തരം മെഡിസിൻ ഫ്രീ ആയിട്ട് കിട്ടും. ഞാൻ പറയുന്നത് അമേരിക്കയിലെ മെഡിസിൻ ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ആദിവാസി മേഖലയിൽ എല്ലാ വർഷവും ന്യൂട്രീഷ്യസ് മെഡിസിൻ എത്തിക്കുന്ന സംഘടനയുടെ ആളെന്ന് ഞാൻ പറഞ്ഞു. നമുക്കൊരു ഇച്ഛാശക്തി ഉണ്ടോ? സഹായിക്കുന്ന ആളുണ്ട്. പഞ്ചായത്തിന് വയനാട്ടിൽ നിന്ന് വരുന്നു പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാൻ മനസ്സുണ്ടോ? സഹായം എത്തും. പക്ഷെ ആ സഹായം ഓഡിറ്റിന് പുറമെ സോഷ്യൽ ഓഡിറ്റ് കൂടി വേണം. തീർച്ചയായും സോഷ്യൽ ഓഡിറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അങ്ങ് പങ്കുവച്ചത്. ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ, നമുക്ക് ഈ 18 കോടിയുടെ കേസിലേക്ക് തന്നെ വരാം. എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. നമ്മൾ ആരുടെയും കോൺട്രിബ്യൂഷനെ ചെറുതായി കാണുകയല്ല. എല്ലാ ഡോണേഴ്സിനെയും അവരുടെ എല്ലാ മാന്യതയോടും കൂടി അവരെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ചില ആശങ്കകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നതാണ്. പ്രത്യേകിച്ച് കോടതികൾക്ക് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചില ആശങ്കകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 18 കോടിയൊക്കെ 1-2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ വളരെ പെട്ടെന്ന് കളക്ട് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു അല്പം അസ്വാഭാവികമായിട്ട് ഞാൻ നിരീക്ഷിക്കുന്നു. കാരണം എത്രത്തോളം നമ്മൾ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും ഒറ്റ ദിവസങ്ങൾ കൊണ്ട് ഇത്രയും പണം നമ്മൾ കൈവരും. ഇത് ഒരു കേസ് മാത്രം, ഒത്തിരി കേസുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് കോടികൾ കൊണ്ട് അക്കൗണ്ടുകൾ നിറയുന്നു, നിമിഷ നേരങ്ങൾ കൊണ്ട് സഹായങ്ങൾ വരുന്നുവൊക്കെ. ഒരു പക്ഷെ അങ്ങ് ഇതൊരു വിശാല മനസ്സുകൊണ്ട് ഉണ്ടാകുന്നതാകാം. എന്നാൽ എന്റെ സംശയത്തിനെ ദൂരീകരിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, നമ്മുടെ ചാരിറ്റി മേഖലയിൽ കൃത്യമായി കള്ളപ്പണത്തിന്റെ സാധ്യതകൾ, കള്ളപ്പണം ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ള പല ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉള്ളതായിട്ട് എനിക്ക് വ്യക്തിപരമായി പല ഉദ്യോഗസ്ഥരും പറഞ്ഞ അറിവ് തന്നെ ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ ചിത്രങ്ങളിലോ ചർച്ചകളിലോ ഒന്നും വരാറുമില്ല. നമുക്ക് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ വളരെ പെട്ടെന്ന് കോടികൾ ചില അക്കൗണ്ടുകളിലേക്ക് പിന്മറിയുമ്പോൾ അവിടെ നമ്മൾ ഈ പറയുന്ന കള്ളപ്പണത്തിന്റെ ഒരു സാധ്യത കൂടി കാണേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ ഒറ്റ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടും. ഈ വന്നിരിക്കുന്ന എമൗണ്ട് ബാങ്ക് വഴിയായിട്ടാണോ വന്നിരിക്കുന്നത്? ബാങ്ക് വഴിയായിട്ടാണെങ്കിൽ അതിന് കള്ളപ്പണം നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം കൃത്യമായിട്ട് ടാക്സ് കാര്യങ്ങളും കൊടുത്തിട്ടായിരിക്കും വരുന്നത്. എന്നുണ്ടെങ്കിൽ അതിനകത്ത് നല്ല പങ്കും നിതിൻ പറഞ്ഞതുപോലെയാണ്.
ബാങ്ക് വഴിയാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ടതല്ല, ഒരുപക്ഷെ അല്ലാത്ത പൈസയാണെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത്. അത്രേ ശരി എന്നാണ് എന്റെ പക്ഷം. ശരി, അതാണ് അങ്ങയുടെ നിലപാട്. അതാണ്. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളുപാതുക്കൽ, ഇത്തരത്തിലുള്ള അങ്ങ് ആദ്യഘട്ടത്തിൽ ഈ കള്ളപ്പണത്തെ കുറിച്ചൊക്കെ അങ്ങ് ചില സന്ദേഹങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളിയാണെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ചാരിറ്റി എന്ന് പറയുന്നത് ആളുകൾ സംശയിക്കാത്ത ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് എല്ലാവർക്കും ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് ലഭിച്ചോട്ടെ എന്നൊരു നിലപാടായിരിക്കാം എല്ലാവർക്കും ഉള്ളത്. അതിനെതിരെ രണ്ടഭിപ്രായത്തിനുള്ള പ്രസക്തി തന്നെ ഇല്ല എന്ന് പറയാം. തീർച്ചയായിട്ടും ആ ഒരു ഫോക്കൽ പോയിന്റ് ആണോ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കുമൊക്കെ ഒരു മറയായി മാറുന്നത്? അങ്ങനെ ഒരു അലിവ്, അനുകമ്പ, എംപതി, സിമ്പതി, കരുണ, ആർദ്ര, അലിവ്, ഇതൊക്കെയാണോ ഇവിടെ മിസ്യൂസ് ചെയ്യപ്പെടുക? അതായത് ഇതിനെ മലയാളികള് സ്വഭാവത്താലെ പരസ്നേഹികളാണ്. അതിനകത്ത് ജാതിയും മതവും വർഗവും വർണ്ണമൊന്നുമില്ല. അതെ. പരസ്പരം സഹായിക്കുന്ന കാര്യത്തില് മലയാളികൾ അന്നും ഇന്നും എന്നും ഒരേപോലെ മനസ്സുള്ളവരാണ്. പക്ഷെ നമ്മളിവിടെ കാണേണ്ടത് ഈ നന്മ മരങ്ങളെ പോലെ വന്ന് കള്ളമരങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയാണ്, അവരുടെ സാമൂഹിക പ്രതിബദ്ധതയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. അവർക്ക് എന്ത് സാമൂഹിക പ്രതിബദ്ധത ഉണ്ട് എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടത് വസ്തുതയാണ്. ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ റഷീദ് സാറ് പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ എന്നതിനെ പറ്റി നമുക്ക് യാതൊരു തർക്കമില്ല. പക്ഷേ അങ്ങനെ ഗവൺമെന്റിന്റെ ബാധ്യതയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് എടുത്ത് ചാടാതെ ഗവൺമെന്റിനെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടുന്ന പ്രഷർ ചെലുത്തേണ്ടത്. ഇപ്പൊ നമ്മള് വ്യക്തിപരമായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിവേദനം പോലും സർക്കാരിന്റെ കൈകളിലേക്ക് ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് അഡ്വക്കേറ്റ് ജസ്റ്റിൻ. പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത ദിവസം ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു കേസാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു കരൾമാറ്റ ശസ്ത്രക്രിയ നടപ്പാക്കാന്ന് വിചാരിക്കുക. ഈ 1-2 ദിവസങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ഇത്ര ലക്ഷം രൂപ നമ്മൾ സമാഹരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് കരുതുക. അങ്ങനെയുള്ളപ്പോൾ ഒരു സർക്കാർ കാര്യം മുറ പോലെ എന്ന നയത്തിൽ നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ അത് ഏറെക്കുറെ അപ്രാപ്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്ന വർത്തമാനകാല സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ. അതുകൊണ്ടായിരിക്കും ഇവർ പ്രൈവറ്റ് ആയ ആളുകളെ ആശ്രയിക്കേണ്ടി വരിക, അല്ലെ? തീർച്ചയായിട്ടും അതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം ഒരു ഹൃദയമാറ്റ ശാസ്ത്രക്രിയക്ക് വിധേയമാകുന്ന ഒരു കുഞ്ഞ്, അത് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന ഒരാളുടെ ഹൃദയമായിരിക്കും മറ്റൊരാൾക്ക് വേണ്ടി കൊണ്ടുപോകേണ്ടത്. മിനിറ്റുകൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിലാണ് സർക്കാരിന്റെ ഹെലികോപ്റ്റർ അവിടെ വരുന്നത്, സർക്കാർ സംവിധാനങ്ങൾ ഒരുങ്ങുന്നത്, റോഡും NH അടക്കമുള്ള റോഡുകൾ ബ്ലോക്ക് ചെയ്ത് പോലീസ് സംവിധാനങ്ങൾ, സ്റ്റേറ്റ് മുഴുവൻ ഉണരുന്നത്. ഒരു ഹൃദയം പോലെ തന്നെ ഉള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഒരു വ്യക്തിയുടെ കരളും ഒക്കെ ഉള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ. അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഒഴിവ് കണ്ടെത്താൻ വേണ്ടി പറ്റത്തില്ല, നമുക്ക് ഒഴിഞ്ഞു പോകാനും പറ്റത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തില് സർക്കാരിന്റെ, ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഇത്തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളിലേക്ക് പ്രഷർ ചെലുത്തിക്കൊണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച് സർക്കാരിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ ബൈപ്പാസ് ചെയ്ത് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ അല്ലെങ്കിൽ വ്യക്തികള്, മറ്റു സംഘടനകള്, വ്യക്തികള്, NGOസോ വ്യക്തിപരമായിട്ടുള്ള ആളുകൾ ഫണ്ടുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധി തീർച്ചയായിട്ടും നമ്മൾ കാണണം. ഇപ്പോൾ ഡോക്ടർ റഷീദ് സാർ പറഞ്ഞതുപോലെ തന്നെ വെറും 3 ലക്ഷം രൂപ മുടക്കമുള്ള ഒരു സർജറിക്ക് വേണ്ടി 25, 30, 40 ലക്ഷം രൂപ വാങ്ങുമ്പോൾ 40 ലക്ഷം രൂപ എങ്ങോട്ട് പോകുന്നു? അതിനെപ്പറ്റിയുള്ള ഒരു അന്വേഷണമില്ല. അതിനെപ്പറ്റിയിട്ടുള്ള ഒരു ആധികാരികമായ ഒരു രേഖകൾ നമ്മുടെ മുമ്പിലില്ല. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇത് ആരുപയോഗിക്കുന്നു? ഇത് നമ്മൾ കാണേണ്ടതാ. ഒന്നെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്, ഇല്ലെങ്കിൽ ഇതിന്റെ പുറകെ മറ്റെന്തോ ലക്ഷ്യമുണ്ട്. ഈ രാഷ്ട്രീയ ലക്ഷ്യത്തെ മറ്റ് പുറമെ കാണേണ്ട ലക്ഷ്യത്തെ നമ്മൾ കണ്ടെത്തണം. പരസ്യമായി ഇവർ ഇത്രയും പിരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ കാണുന്ന അപകടം അതാണ്. പരസ്യമായി ഇത്തരക്കാർ ഇതുപോലെ ഇത്രയും എമൗണ്ടുകൾ, കോടികൾ പിരിക്കുന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് അവരെത്രയോ കോടികൾ പിരിക്കുന്നുണ്ട്. ആ ഫണ്ട് അവരെന്തിനുപയോഗിക്കുന്നതോ അതാണ് നമ്മൾ ചലഞ്ച് ചെയ്യപ്പെടേണ്ടത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ എറണാകുളം കേസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു രീതി പറഞ്ഞ്, ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ വരികയാണ്. ഒരു രീതി പറഞ്ഞാൽ ഇതിന്റെ പുറകിലെല്ലാം ഒരു ടെററിസ്റ്റ് കാഴ്ചപ്പാടുണ്ട്. ഫ്ലഷ്, മാംസ വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ഡ്രഗ് മാഫിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അവയവ മാഫിയയും അതിനായിട്ട് ചേർത്ത് വായിക്കാം. തീർച്ചയായിട്ടും അവയവ മാഫിയ, ഓർഗൻ ട്രേഡ് നമുക്ക് നന്നായിട്ട് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഫ്ലഷ് ട്രേഡ് ചേർത്ത് വായിക്കാം. അതുപോലെ ഈ ഡ്രഗ് മാഫിയ ഇതിനോട് ചേർത്ത് വായിക്കാം. ഇതെല്ലാം കാരണം ഈ കേസുകളിലെല്ലാം നമ്മൾ കാണുന്നത്
കൃത്യമായ മയക്കുമരുന്ന്. നമുക്ക് ആ സ്ത്രീയുടെ ആ വാർത്ത വായിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞത് വായിക്കാൻ സാധിക്കുള്ളൂ. അവർ പറയുന്നത് അവർക്കൊരു ജ്യൂസ് കൊടുത്തു, ആ ജ്യൂസിൽ ഈ പറയുന്ന പോലെ ഡ്രഗ്സ് കഴിച്ചു, ആ ഡ്രഗ്സിൽ അവരെ മയക്കി, അതിനുശേഷമാണ് ക്രൂരമായി ലൈംഗിക പീഡനം. ഒരാൾ മാത്രമല്ല, 2-3 ആളുകൾ ചേർന്നുള്ള ഇത്തരത്തിലുള്ള വളരെ ക്രൂരമായ രീതിയിലുള്ള പീഡനം സംഭവിക്കുന്നു. അതിനുശേഷവും പിറ്റേ ദിവസവും ഇതൊക്കെ സംഭവിക്കുന്നു. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തുടരാം. എത്രയോ സംഭവങ്ങൾ. ഇതിനകത്തൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. തൊട്ട് കഴിഞ്ഞ ആഴ്ചത്തെ മലപ്പുറം സംഭവങ്ങള്, 1 വർഷം മുന്നത്തെ നമ്മുടെ സരോവരം പാർക്ക് സംഭവങ്ങൾ, ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഇവിടെ കിടക്കുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചു വരുമ്പോൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ പിന്നാമ്പുറങ്ങളെ പറ്റി അന്വേഷിച്ച് നമ്മൾ ചെല്ലുമ്പോൾ കണ്ടെത്താവുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അത് കണ്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ട്. ജനം നിയമം കയ്യിലെടുക്കുന്നതിന് മുമ്പ് സർക്കാർ ഇതിനകത്ത് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഒരു കമ്മീഷൻ, ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് എന്നെ പോലെയുള്ള ആളുകളുടെ അപേക്ഷയും അഭ്യർത്ഥനയും. വളരെ 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 വ്യക്തമാണ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ ബാലുവാതുക്കൽ. ഡോക്ടർ ചക്കോ കലാമറമ്പിൽ, ഇത്തരത്തിലുള്ള അങ്ങ് ആദ്യഘട്ടത്തിൽ നിയമത്തിന്റെ വശങ്ങളും നൂലാമാലകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ അങ്ങ് പറഞ്ഞു. ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്? സർക്കാർ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറെ സജീവമായി ഇടപെടുകയും ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളെ, ചാരിറ്റി പ്രവർത്തനങ്ങളെയൊക്കെ സർക്കാരിന് നിലവിൽ ധാരാളം സ്കീമുകളുണ്ട്. സർക്കാരിന് ആയിരക്കണക്കിന് സ്കീമുകൾ, 100 സ്കീമുകൾ ഉണ്ട് ഇത്തരത്തിലുള്ള വെൽഫെയർ ആക്ടിവിറ്റീസിന്. പക്ഷേ നാം മനസ്സിലാക്കുന്നത് പോലെ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു വേഗത കുറവായിരിക്കും. ഒരു പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഇത്തരത്തിലുള്ള ചാരിറ്റി തമ്പുരാക്കന്മാരെ ആശ്രയിക്കേണ്ട സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഇതിനുള്ള ഉത്തരം സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നാൽ മാത്രം തീരുന്ന പ്രശ്നമായിട്ട് കാണാൻ സാധിക്കുമോ, അതോ സർക്കാർ ഉണരുകയും ഒപ്പം ജനങ്ങൾ ജാഗ്രതയാവുകയും ചെയ്യുമ്പോഴാണോ ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരം ഉണ്ടാവുക? ഇതിനകത്ത് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ വയനാട്ടില് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 7 കുട്ടികളെ ഒരു ഓർഫനേജിൽ കൽപ്പറ്റയ്ക്ക് അടുത്ത് പീഡിപ്പിച്ച സംഭവം നമുക്കറിയാം. 11 പേരെ അതുമായി ബന്ധപ്പെട്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു, അവകാശപ്പെട്ടു. പക്ഷെ അതേ സ്ഥലത്ത് തന്നെയാണ് ഈ അടുത്ത നാളിൽ അവിടുത്തെ ഒരു ജീവനക്കാരി അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നതായിട്ട് കാണും. അവരെ ഈ തരത്തിൽ പീഡിപ്പിക്കുന്നു. അപ്പൊ നിയമത്തിന്റെ പരിരക്ഷ ആർക്കാണ് ലഭിക്കുന്നത്? പീഡിപ്പിക്കപ്പെടുന്നവർക്കല്ല, മറ്റവർക്ക്, പീഡകർക്കാണ്. ആരാണോ പീഡിപ്പിക്കുന്നത് അവർക്കാണ് ലഭിക്കുന്നതെന്ന് വരുന്നു. അപ്പൊ നിയമത്തിന്റെയും പരിരക്ഷ അല്ലെങ്കിൽ രാഷ്ട്രീയ പരിരക്ഷ ആ തരത്തിൽ അവർക്ക് ലഭിക്കുന്നതുകൊണ്ടാണല്ലോ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. അത് സർക്കാരിന്റെ വീഴ്ചയായി തന്നെ നടന്നേ നമുക്ക് മതിയാവും. മറ്റൊരു കാര്യം, ഈ ചികിത്സയുടെ മറവില് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന സംവിധാനങ്ങള്, ഇപ്പൊ ഇവിടെ 18 കോടി അല്ലെ 25 കോടി 40 ലക്ഷം 75 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ എത്രയോ ആളുകൾ ഈ തരത്തിൽ ചികിത്സ കിട്ടാതെ സാമ്പത്തികമായി വിഷമിക്കുന്നത് എത്രയുണ്ട്. ഒറ്റപ്പെട്ട കേസുകളെ ഇത്തരത്തിൽ പ്രത്യേകം കോർണർ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ പ്രൊജക്ട് ചെയ്ത് കൊടുത്ത് ഒരു മാസ് സൈക്കോളജി ആ തരത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണസമ്പാദനം നടത്തുകയോ അല്ലെങ്കിൽ സാമ്പത്തികം കൊയ്യുകയോ ചെയ്യുന്ന ശക്തികൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് അന്വേഷിച്ച് കൃത്യമായ രീതിയിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ട ആവശ്യം. വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ജീവകാരുണ്യത്തിന്റെ മറവിൽ നടക്കാൻ ഞാൻ മുമ്പ് സൂചിപ്പിച്ചുള്ള പീഡനങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും പൊതുജനങ്ങൾ അവബോധത്തോടുകൂടി സഹകരണത്തോടും കൂടി നിർത്തലാക്കിക്കാനും അത്ര സ്ഥാപനങ്ങള് വേണ്ടി വന്നാൽ അടച്ചുപൂട്ടിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ ചേർക്കണം. മറ്റൊരു ആസ്പെക്ട്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇതിന്റെ മറവിൽ നടക്കുന്ന ഒരു സംഭവമാണ് മനുഷ്യ കടത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ അറിയപ്പെടാതെ പോകുന്നതാണ്, നമ്മുടെ സമൂഹം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാണ്. പല രാജ്യങ്ങളിലേക്കും ട്രാഫിക് കൊണ്ടുപോകുന്നു. ചില രാജ്യങ്ങളിൽ ഈ പറഞ്ഞ മോട്ടൽ അല്ലെങ്കിൽ വളരെ ഗൗരവമായ ശിക്ഷകൾ കൊടുക്കാൻ ഇത്തരത്തിലുള്ള ഒരു പക്ഷേ അർത്ഥ ബുദ്ധിമാന്യമുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ അതിനു മുമ്പിൽ അതിനെ മോഡലാക്കി മാറ്റിക്കൊണ്ട് ഇവരെ അവിടെ കുടിയെല്ലുന്നതായിട്ട് ദുരുപയോഗപ്പെടുത്തുന്നതായിട്ട് പല കേന്ദ്രങ്ങളും പറയുന്നു. അപ്പൊ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. മാൻ മിസ്സിംഗ്, ഓരോ വർഷവും നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാണാതായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എവിടെ പോകുന്നു, അതിന്റെ പിന്നാമ്പുറങ്ങളിൽ ആരാണ്? ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ, അത് ഈ പറയുന്ന NGOs ആണെങ്കിലും ജീവകാരുണ്യത്തിന്റെ മറവിലാണെങ്കിലും ഓർഫനേജസിന്റെ മറവിലാണെങ്കിലും കെയർ ഹോമുകളുടെ മറവിലാണെങ്കിലും, അതേ സമയത്ത് നമുക്കറിയാം ജനങ്ങൾക്ക് ആവശ്യമുള്ള, സാധാരണക്കാരന് ആവശ്യമുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ ആവശ്യമുള്ള മേഖലകളിൽ അവന് പരിരക്ഷ കൊടുക്കുവാൻ മുൻപോട്ട് വരുന്ന NGOs ആയാലും സമുദായങ്ങളായാലും സമൂഹങ്ങളായാലും അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഉത്തരവാദിത്വവും സർക്കാരിനുണ്ട്. ഉദാഹരണത്തിന് എയ്ഡ്സ് സെന്റർ എടുക്കുക.
എത്ര എയ്ഡ് സെന്ററുകളുണ്ട് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ? അത് മുഴുവൻ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. തീർച്ചയായും കാരണം എയ്ഡ്സ് പേഷ്യന്റിനെ ചികിത്സിക്കാൻ അവർക്കേ കഴിയൂ. അതുകൊണ്ട് തന്നെ ആ ക്രിസ്തുവിനെ കാണാനും ചികിത്സിക്കാനും കഴിയുന്ന അവരാണത് ചെയ്യുക. അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലുള്ള ഓർഫനേജുകളായാലും അതുപോലെ അനാഥകളെന്നും വിവക്ഷിക്കാത്ത കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ള കുട്ടികളെ പരിരക്ഷിക്കുന്ന അതിന് പരിരക്ഷണം കൊടുക്കുകയാണ് വേണ്ടത്. മറിച്ച് അതിനെയൊക്കെ അടച്ചുപൂട്ടിക്കുന്ന സംവിധാനം ഉണ്ടാകുകയും ഇത്തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ലൈംഗിക അരാജകത്തിന് വേണ്ടിയും നിലകൊള്ളുന്ന സ്ഥാപനങ്ങളെ രാഷ്ട്രീയ പരിരക്ഷ സംരക്ഷിക്കുന്നത് പിന്മാറുകയുമാണ് ചെയ്യേണ്ടത്. അവിടെ മാത്രമേ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അവിടെ പൊതുജനങ്ങൾ ഉണരണം, അവിടെ സർക്കാർ ഉണരണം, അവിടെ നമ്മുടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെ പ്രവർത്തന സജ്ജമാകണം, അവിടെ നമ്മുടെ എല്ലാ NGOസും കൂലങ്കഷമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയെ കുറിച്ച് ഒരു പുനർവിചനം നടത്തുകയും വേണം. തീർച്ചയായും വളരെ വളരെ ശ്രദ്ധേയമായ ആശയം. ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അങ്ങ് ചെയ്യുന്ന പൊതുപ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം, ചാരിറ്റി പ്രവർത്തനം ഒക്കെ നമുക്കറിയാവുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യവുമാണ്, വ്യക്തവുമാണ്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, അങ്ങ് നടത്തുന്ന ഇത്തരം ഇനീഷ്യേറ്റീവുകളിൽ പോലും സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ ഏറി വരികയാണ്. ഫോറിൻ കോൺട്രിബ്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഒത്തിരി നിയന്ത്രണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് പോവുക വളരെ ക്ലേശകരമാണ്. നമുക്കറിയാം, ഈ ഓർഫനേജുകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ കോവിഡിന്റെ കാലത്ത് അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തെന്നും അവർ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം നടത്തുന്ന കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ അവരുടെയൊക്കെ കണക്കുകൾ, അവരുടെയൊക്കെ വേദനകളൊക്കെ നമ്മൾ അടുത്ത് കണ്ടതുമാണ്. ഈ നിയന്ത്രണങ്ങൾ വരുമ്പോൾ ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങൾക്ക് അവരുടെ എക്സിസ്റ്റൻസിൽ തന്നെ ഒരു ചലഞ്ചായി വരുന്നുണ്ടോ പുതുകാല നിയന്ത്രണങ്ങൾ? അവിടെയൊക്കെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചില ഇളവുകൾ അല്ലെങ്കിൽ ചില പ്രോത്സാഹനങ്ങളൊക്കെ ഉണ്ടാകേണ്ടതായിട്ടുണ്ടോ? ചില വസ്തുതകൾ നമ്മൾ ഇതിനോട് കൂട്ടി വായിക്കുകയും കൂടെ വേണം. തീർച്ചയായും സർക്കാർ ഇത്തരം നിയന്ത്രണം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള എല്ലാ ആപത്തുകളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. നിയന്ത്രണങ്ങൾ നല്ലതാണ്, ചോദ്യോത്തരങ്ങൾ നല്ലതാണ്, അവരുടെ പരിശോധനകൾ നല്ലതാണ്. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. കാരണം നമുക്ക് ഒളിച്ചു വെക്കാനായിട്ട് ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ക്രൈസ്തവ സഭയ്ക്ക് പൊതുവില് ഒന്നും തന്നെ ഒളിച്ചു വെക്കാനില്ല. നമ്മൾ ഫോർ ദ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബൈ ദ കമ്മ്യൂണിറ്റി ആൻഡ് ഫോർ ദ കമ്മ്യൂണിറ്റി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അതൊരു ക്രിസ്തീയതയുടെ അല്ലെങ്കിൽ ക്രിസ്തു ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു നിയോഗമായിട്ടാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എല്ലാ സുരക്ഷിതത്വം നമ്മളിൽ തന്നെ ഉണ്ട്, പ്ലസ് നമുക്ക് അതിനകത്ത് സുതാര്യതയും ഉണ്ട്. രണ്ടാമത്തെ കാര്യം, സർക്കാരിന്റെ തലത്തിൽ നമുക്ക് ലഭിക്കുന്ന ചില നെഗറ്റീവിസം ഉണ്ട്. അത് സർക്കാർ നേരിട്ടല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നാണ്. അത് ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഉദാഹരണം പറയുമ്പോഴാണല്ലോ കൂടുതൽ മനസ്സിലാകുന്നത്. ഞങ്ങളുടെ സെന്ററിലാണ് BSFും അതേപോലെ തന്നെ NDRF ഇപ്പോഴും വന്നിട്ടുണ്ട്. NDRF അവരൊക്കെ തങ്ങുന്നത്, സേനാംഗങ്ങളെല്ലാം വന്ന് തങ്ങുന്നത്. ചിലപ്പോൾ 2 മാസം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് BSF ഇവിടെ 2 മാസത്തിൽ കൂടുതൽ തങ്ങി. അപ്പം അവരെ പറഞ്ഞിരുന്നത് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ലെല്ലാം പേ ചെയ്യുമെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഒരു ജില്ലാ ആസ്ഥാനത്തുള്ള മേലുദ്യോഗസ്ഥനെ കാണാൻ ചെന്നപ്പോൾ എനിക്കുണ്ടായ ഒരു തീക്തമായ വേദനയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പറയുന്നതിന് എനിക്ക് വിഷമമൊന്നുമില്ല. അദ്ദേഹം ASP ആയിട്ട് ഇവിടെ സേവനം ചെയ്യുന്ന സിറിയ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. വളരെ മ്ലേച്ഛമായ വിധത്തിലാണ് അദ്ദേഹം ഇടപെട്ടത്. ഇത്രയും നമ്മുടെ സൗകര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം അവരുടെ അടുക്കൽ ഈ കാര്യമൊന്ന് ബോധിപ്പിക്കാൻ ചെന്നപ്പോൾ തന്നെ വളരെ മോശമായ രീതിയിൽ ഇടപെടുന്നു. അത് നമ്മളെ മാനസികമായിട്ട് ഒരുപാട് അകൽച്ചു. എന്തിനാണ് രാജ്യസ്നേഹം ഇല്ലെന്നൊക്കെ ചോദിച്ചോ? അത് മാത്രമൊന്നുമല്ല, മറ്റു പലതും പറഞ്ഞു. അതൊന്നും ഇവിടെ സന്തോഷത്തോടെ ഓർക്കുന്നത് SP സാർ ഉടനെ തന്നെ ഇടപെടുകയും വേണ്ടുന്ന എല്ലാ പരിരക്ഷയും തരികയും ചെയ്തു. അതിന് നന്ദിയുണ്ട്. എന്നാൽ വേറൊരു കാര്യം കൂടെ പറയാം ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ. നമ്മളിപ്പോ പൊതുവിൽ കണ്ട കാര്യങ്ങളെ കുറിച്ചായി പറയുന്നത്. എന്നാൽ കാണാത്ത വേറെ ചില സംഭവങ്ങളുണ്ട്. ട്രൈബൽസ്, നമ്മുടെ ഗോത്ര വിഭാഗങ്ങൾ കാടുകളിലാണ് ഇപ്പോഴും കഴിയുന്നത്. ഗോത്ര വിഭാഗങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണമെന്ന് എല്ലാ വർഷവും സർക്കാരുകൾ തീരുമാനിക്കുകയും ലോക്കൽ ഗവൺമെന്റ്സ് അതിനു വേണ്ടിയിട്ട്, അതായത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ അതിനുവേണ്ടി കർമ്മ പദ്ധതികൾ തയ്യാറാക്കുകയും കോടികൾ സർക്കാരിന്റെ എന്ന് പറയുന്നത് നമ്മുടെ പൊതു ഖജനാവിൽ നിന്നെടുത്ത് ചെലവഴിക്കുകയും ചെയ്യണം. ഇവിടെ മുൻപ് നമ്മുടെ ഒരു കലക്ടർ ഉണ്ടായിരുന്ന സമയത്ത് ബിജു സാർ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചു. ആ പ്രപ്പോസല് ഒരിക്കലായിട്ട് അവർക്ക് സുരക്ഷിതമായ താമസ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ താമസ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് ആ വിധത്തിൽ അത് ചെയ്യണം. അങ്ങനെ വലിയൊരു കർമ്മ പദ്ധതി വോളണ്ടിയേഴ്സ് ആയിട്ട് നമ്മുടെ MSW കഴിഞ്ഞ കുട്ടികളെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ തന്നെ കോളേജുകളിൽ നിന്ന്, സെന്റ് ജോസഫ് കോളേജിൽ നിന്നും അതുപോലെ തന്നെ CMAക്കാരുടെ കോളേജുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് PRA ചെയ്ത് നമ്മൾ നല്ലൊരു പ്രോജക്റ്റ് കൊടുത്തു. കലക്ടറുടെ വളരെ ഇനിഷ്യേറ്റീവിലായിരുന്നു.
സബ് കളക്ടർ അതിനകത്ത് സഹകരിച്ചു. പിന്നീട് അദ്ദേഹം കളക്ടറായി. മറ്റു പലരെയും NGOസിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്തു. അത് മുന്നോട്ട് പോവുകയും 2500 കോടി രൂപയുടെ ഒരു പദ്ധതി, 2500 കോടി രൂപയുടെ ആ പദ്ധതി നമ്മുടെ കേരളത്തിൽ കാട്ടിൽ പാർക്കുന്ന ജനങ്ങളെ, അവർക്ക് കാട്ടിലെ വസിക്കാൻ കഴിയുള്ളൂ, പക്ഷേ നാടിനോട് സമീപത്തുള്ള കാട്ടിൽ അവരെ പാർപ്പിച്ചുകൊണ്ട് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലുള്ള പരീക്ഷയും ഒക്കെ കൊടുക്കാൻ തക്കവണ്ണം, തന്നെയല്ല കളക്ടറുടെ ഓഫീസിൽ ഇരുന്ന് നോക്കിയാൽ അവിടെ ആരൊക്കെ കയറുന്നു, ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസ് നടക്കുന്നു എന്ന് അറിയാൻ തക്കവണ്ണമുള്ള എല്ലാ നൂതന സംവിധാനങ്ങളോട് കൂടിയ പ്രോജക്ട് നമ്മൾ സമർപ്പിക്കുകയുണ്ടായി. വളരെ നാളുകൾ കഷ്ടപ്പെട്ടാണ് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തെന്ന് ഓർക്കണം. എല്ലാം വോളണ്ടിയേഴ്സാണ്. അങ്ങനെയുള്ള ആ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് കളക്ടർ സാറ് അതുമായിട്ട് സർക്കാരിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ നിഷേധാത്മകമായിട്ടാണ് പെരുമാറിയത്. നിഷേധിച്ചത് നടന്നില്ല അല്ലെ? ഒന്നും നടന്നില്ല. അന്ന് ആ പദ്ധതി നടക്കുകയായിരുന്നെങ്കിൽ പിന്നീട് ഇതിന്റെ ദല്ലാളന്മാർക്ക് യാതൊരു വരുമാനവും കിട്ടുകയില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ആരാണ് കുറ്റക്കാർ ഇതിനകത്ത്? ഇതിന്റെ കുറ്റക്കാരെന്ന് പറയുന്നത് സാമാന്യ ജനങ്ങൾ മാത്രമല്ല, മറിച്ച് പല ദല്ലാളന്മാരാണ്. മാത്രമല്ല അങ്ങ് പറയുന്ന ഇടങ്ങളിലൊക്കെ എനിക്ക് വ്യക്തിപരമായി അറിയാം, അവിടെ ഇപ്പോഴും ആളുകൾ ടാർപോളിന് വേണ്ടി ഫണ്ടുകൾ പിരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. എപ്പോഴും ടാർപോളിനാണ്. അങ്ങ് പറഞ്ഞ പോലെ വീട് ഉണ്ടെങ്കിൽ തീരുന്ന പ്രശ്നമാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ അവിടെ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ശുശ്രൂഷ എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കേരളത്തിലെ കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിഞ്ഞുകൂടാ. അവര് ഗുഹകളിൽ പാർക്കുന്നവരുണ്ട്. ഗുഹകളിൽ പാറക്കെട്ടുകൾക്കുള്ളിൽ താമസിക്കുന്നവരുണ്ട്. മഴ നനയാതിരിക്കാൻ വേണ്ടി പാറയുടെ ജനം നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായും എനിക്കത് വളരെ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. ഡോക്ടർ ജോഷൻ തേക്കരയിൽ വളരെ നന്ദി. അഡ്വക്കേറ്റ് ജസ്റ്റിൻ വള്ളപ്പാതിക്ക് ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ധാരാളം ആളുകൾ അവരുടെ അനുകമ്പ കൊണ്ട് അലിവ് കൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള നന്മ മരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും, അതായത് അവർ കുറ്റം ചെയ്യുമ്പോൾ പോലും അവർ പറയുന്ന ന്യായം ഇതാണ്: നിങ്ങൾക്കോ ചെയ്യാൻ പറ്റില്ല, എന്നാൽ ചെയ്യുന്നവരെങ്കിലും ചെയ്യട്ടെ, അവർ കുറച്ചടിച്ചു മാറ്റിയാലും ബാക്കി കൊടുക്കുന്നുണ്ടല്ലോ എന്ന ഒരു വാദമാണ് പലപ്പോഴും ആളുകൾ ഉന്നയിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്നിരുന്നാലും നമ്മൾ ഇത്തരത്തിലുള്ള ഏത് അലിവിന്റെ കഥകൾ എത്ര നിരത്തിയാലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ജാഗ്രത ഉണ്ടാകണം? ഇത്തരത്തിലുള്ള നന്മ മരങ്ങൾക്ക് നമ്മൾ സഹായം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഒരു ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതിന് ഞാൻ വ്യക്തിപരമായിട്ട് ഒരാളെ സഹായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ചിലപ്പോൾ ഷക്കീന ചാനലിലൂടെ വരുന്ന ഒരു സഹായാഭ്യർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങളുടെയോ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വരുന്ന ഏതെങ്കിലും സഹായാഭ്യർത്ഥനയായിരിക്കാം. എനിക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ നന്മ മരത്തിലൂടെ സഹായിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ ആ പർട്ടിക്കുലർ വ്യക്തിയെയാണ് സഹായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ആ വ്യക്തിയുടെ അക്കൗണ്ട് ചോദിച്ച് ജോൺസൺ അച്ഛൻ പറഞ്ഞതുപോലെ ആ അക്കൗണ്ടിലൂടെ സഹായിക്കുകയാണ് ഞാൻ ചെയ്യേണ്ട ഏറ്റവും നല്ല മാർഗം. അതാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തിന്റെ നിയമവ്യവസ്ഥതയെ അംഗീകരിക്കുന്ന ഒരു സാധാരണ പൗരൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയപ്പെടുന്നത്. നിയമം അനുസരിച്ചുകൊണ്ട് ആരാണോ ഇത് അർഹിക്കുന്നത് ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ചോദിക്കാം. നന്മ മരങ്ങൾ അവരുടെ അക്കൗണ്ട് ഇട്ടാലും ഇല്ല, ഞങ്ങൾ അതിലേക്ക് ഇടത്തില്ല, ഞങ്ങൾ ആ പർട്ടിക്കുലർ രോഗിയുടെ, പർട്ടിക്കുലർ വ്യക്തിയുടെ, സഹായം ആവശ്യമുള്ള ആളുടെ അക്കൗണ്ട് ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ അന്വേഷിച്ചിടാമെന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ രൂപപ്പെടത്തോടത്തോളം കാലം ഇതിനകത്ത് ഒരു സുതാര്യത വരത്തില്ല. പിന്നെ 2, സർക്കാർ ഈ കാര്യത്തിൽ വീണ്ടും സുസജ്ജമാകണം. ഇത്തരത്തിലുള്ള വ്യക്തികളെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. ഇതൊക്കെ വെറും ഒരു ചീറ്റിംഗ് കേസിനകത്ത് എന്തൊരു മോശപ്പെട്ട നിയമവ്യവസ്ഥ നമുക്ക് ഇവിടെ ഉള്ളതെന്ന് അറിയാമോ? എത്ര കോടിക്കണക്കിന് രൂപ കട്ടാലും 6 മാസം തൊട്ട് 3 വർഷം വരെ ശിക്ഷ കിട്ടി പുറത്തിറങ്ങി നടക്കാവുന്ന ഒരു നിയമ സംവിധാനം നമ്മുടെ ഇവിടെ ഉള്ളത്. ആ നിയമ സംവിധാനത്തിലാണ് മാറ്റം വരേണ്ടത്. അവിടെ നല്ല ശിക്ഷിക്കപ്പെടും. മറ്റുള്ളവരെ വഞ്ചിച്ചാൽ, ഇതുപോലെ പൊതുസമൂഹത്തിനെ വിഡ്ഢികളാക്കിയാൽ ശിക്ഷിക്കപ്പെടുമെന്നൊരു ബോധ്യം ജനത്തിന് മുമ്പിലേക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അത് കൊടുക്കാൻ പറ്റാത്തടത്തോളം കാലം ഗവൺമെന്റിലും നിയമ സംവിധാനങ്ങളിലും ജനങ്ങൾക്ക്, സാധാരണ ജനത്തിന് യാതൊരു രീതിയിലുള്ള പ്രതീക്ഷയും ഇല്ലാതെ വരും. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ജനത്തിന്റെ മനസ്സിനെ, നല്ല മനസ്സിനെ അത് ഇല്ലാതാക്കാനേ കൂടുതൽ ഉപകരിക്കുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളത്. വളരെ വളരെ ശ്രദ്ധേയമാണ്. അതായത് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ കൃത്യമായി അക്കൗണ്ടിലേക്ക് ആളുകളുടെ അന്വേഷിച്ചിട്ട് തന്നെ അവരുടെ അക്കൗണ്ട് നമ്പറിലേക്ക് തന്നെ കൊടുക്കുക, പറ്റുമ്പോൾ അവരെ വിളിച്ചിട്ട് തന്നെ കൺഫേം ചെയ്ത് തന്നെ ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ടോ എന്ന ഒരു കാര്യം പരിശോധിച്ച് തന്നെ തീരുമാനം എടുക്കുക എന്നതാണ് അങ്ങ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. 2, എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് അക്കൗണ്ടുകളിൽ തന്നെയുള്ള പണം വരുന്നത് പ്രോത്സാഹിപ്പിക്കാം. നമുക്കിപ്പോൾ ഫണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഫണ്ട് വരുന്ന ആൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? കാരണം നമ്മൾ ആദ്യം എടുത്ത് ചർച്ച ചെയ്തതുപോലെ അക്കൗണ്ടിൽ നിന്ന് വരുന്ന പണമാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആശങ്കയ്ക്കുള്ള സാഹചര്യം അത്ര ഇല്ലെന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ അല്ലാതെ വരുന്ന പണങ്ങളെയാണോ നമ്മൾ കൂടുതൽ ആശങ്കപ്പെടേണ്ടത്? അതോ അക്കൗണ്ടിൽ വരുമ്പോൾ പോലും
നമുക്ക് വളരെ പെട്ടെന്ന് ഒരു വലിയ തുക വരുമ്പോഴൊക്കെ ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഒരു റിസീവറിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും SB അക്കൗണ്ടിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലൊക്കെ വരുന്ന എമൗണ്ടിന്റെയും അവിടെ ഉണ്ടാവേണ്ട എമൗണ്ടിനൊക്കെ ഒരു പരിധിയുണ്ട്. 10 ലക്ഷം രൂപയുടെ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് വരുമ്പോൾ പിന്നെ നികുതി മറ്റു കാര്യങ്ങൾ വരും. നമ്മൾ ചിന്തിക്കേണ്ടത് 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം ഒക്കെ ഇതുപോലെ അക്കൗണ്ടിൽ വന്നിട്ട് 2-3 ദിവസങ്ങളിൽ പിൻവലിച്ചുകൊണ്ട് പോകുന്നു. 10 ലക്ഷവും 5 ലക്ഷവും ഒന്നിച്ചു വലിക്കുക. ആരാണ് പിൻവലിക്കുന്നത്? അത് ആ പർട്ടിക്കുലർ വ്യക്തിയുടെ ചെക്ക് ഉപയോഗിച്ച് തന്നെ പിൻവലിക്കുക. പക്ഷെ ഈ പിൻവലിക്കുന്ന ഫണ്ട് ആ രോഗിയുടെ അല്ലെങ്കിൽ ഒരു ഭവന നിർമ്മാണത്തിനാണെങ്കിൽ ഭവന നിർമ്മാണത്തിനാണോ പോയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അന്വേഷണ വിധേയമാക്കേണ്ട ഒരു വസ്തുതയാണ്. ഇതാണ് റഷീദ് സാർ പറഞ്ഞതുപോലെ കമ്മീഷൻ അവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. അദ്ദേഹത്തിന്റെ ചെക്ക് തന്നെ എനിക്കൊക്കെ അറിയാവുന്ന നേരിട്ടറിയാവുന്ന എത്രയോ കേസുകളുണ്ട്. വന്ന് ചെക്ക് ആദ്യം ഒപ്പിട്ട് പോയിട്ടാണ് ഈ അക്കൗണ്ട് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊടുക്കുന്നത്. 2, 3, 4 ചെക്ക് ഒപ്പിട്ട് മേടിക്കുക. പാവങ്ങൾ 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് 40-50 ലക്ഷം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വെറും ഒരു ഇരയായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഈ കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ്സ് മയക്കുമരുന്നുകള് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാരിയേഴ്സിന്റെ റോള് മാത്രമാണ് ഈ ബാങ്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ഈ പാവപ്പെട്ട രോഗികളുടെ അല്ലെങ്കിൽ ഭവനമില്ലാത്ത രോഗികളുടെ അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ മനസ്സിലാക്കും. തീർച്ചയായും അങ്ങ് പറഞ്ഞ ആ ഒരു ഉപമ അനിക്കുന്നത് വളരെ ഒരുപക്ഷെ ഇത് മുമ്പാരും ഇങ്ങനെ ഒരു പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സംശയമുണ്ട്. പക്ഷേ അത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഉപമയാണ് അങ്ങ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ ഗൗരവത്തോടെ കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഈ ചർച്ച ഞാൻ ഡോക്ടർ ചാക്കോ കലാമിൽ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം അങ്ങ് സഭാ സമൂഹങ്ങളൊക്കെ ഇത്തരം ചാരിറ്റികളിൽ ധാരാളം ഇടപെടുന്ന ഒരു സമൂഹമാണ്. പക്ഷേ പല രീതിയിൽ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ആളുകൾ കൂടി എത്രത്തോളം ജാഗ്രത എടുക്കണം? പൊതുസമൂഹത്തിന് മുമ്പിൽ അങ്ങേക്ക് മുമ്പിൽ വെക്കാനുള്ള നിർദ്ദേശങ്ങൾ, ജാഗ്രത അത് എത്രത്തോളമാണ്? എന്തൊക്കെയാണ്? നാനാജാതി മതവിഭാഗങ്ങളിലോ അല്ലെങ്കിൽ നാനാജാതി വിഭാഗത്തിലോ പെടുന്ന ആളുകൾക്ക് അവരുടെ ജാതിമത വർണ്ണവർഗ ഭേദമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ, ഇത്തരത്തിലുള്ള സഹായം എത്തിക്കുവാൻ തയ്യാറായിട്ടുള്ള കള്ളനാണയങ്ങളല്ലാത്ത എല്ലാ സംവിധാനങ്ങളെയും സമൂഹവും സർക്കാരും പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നമുക്ക് അടച്ച് ഈ പറയുന്ന സംവിധാനങ്ങളെ ആക്ഷേപിക്കാൻ കഴിയില്ല. അതിനകത്ത് പുഴുക്കുത്തുകളുണ്ട്, അതിനെ പുറത്തെടുത്ത് കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ചെയ്യാൻ പൊതുസമൂഹവും അതുപോലെ സർക്കാരുകളും തയ്യാറായാൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പൊതുവേദിയിൽ ചർച്ചയാക്കുന്നില്ല. അതിപ്പോ ഷെക്കിനാസ് പോലുള്ള ചാനലുകളാണ് അത് ചർച്ചയാക്കുന്നത്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ക്രൂരമായ പീഡനം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ചെറിയ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ പോലും എത്ര കാര്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ ഈ വിഷയം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ആണ് കാര്യമായി വന്നത്. മറ്റ് രീതിയിൽ ഇത് പിറ്റേ ദിവസം ചർച്ചകളിൽ പോലും ഇടപെടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചാരിറ്റിയുടെ പേരിൽ പീഡനം കേരളത്തിൽ ഉണ്ടാകുന്നു. അത് ഒരിടത്തും അതൊരു ചർച്ചയായി മാറാതിരിക്കുന്നു. അത് ഈ പറഞ്ഞതുപോലെ വർക്കിംഗ് ജേർണലിസ്റ്റിന്റെ ഗ്രൂപ്പുകൾക്ക് കിട്ടുന്ന അവിഹിതമായിട്ടുള്ള സമ്പാദ്യങ്ങൾക്കനുസരിച്ച് അവര് പ്രത്യേകം പ്രതിപക്ഷ സംവിധാനങ്ങളോട് ബഹുമാന പുരസ്സരം പെരുമാറുകയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അവരെ പരിപോഷിപ്പിക്കുന്നുണ്ട്, അവരത് തമസ്കരിക്കുകയും ചെയ്യുന്ന സമൂഹം സംശയിച്ചാൽ തെറ്റു പറയാനില്ല വാസ്തവത്തില്. പക്ഷെ നമ്മുടെ സമൂഹത്തിലെ പുഴുക്കുത്തുകളെ വെളിയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ ഹൈലൈറ്റ് ചെയ്യുകയും അത്തരത്തിലുള്ള സംവിധാനത്തെ കുറിച്ച് സമൂഹത്തിൽ ജാഗ്രത കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ട്, ദൃശ്യമാധ്യമങ്ങൾക്കുണ്ട്, അതുപോലെ നമ്മുടെ പത്രമാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ തമസ്കരിച്ചുകൂടാം. അതോടൊപ്പം എനിക്ക് ഒരു നിർദ്ദേശം വെക്കാനുള്ളത്, ഇവിടെ ഷെക്കിനാസ പോലുള്ള ചാനലുകൾക്ക് ഈ ഒരു ധർമ്മം ഏറ്റെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. സമൂഹത്തിൽ ഇതുപോലുള്ള അത്യാവശ്യക്കാരെ കണ്ടെത്തി അവരെ വേണ്ട വിധത്തിൽ സഹായിക്കുവാനുള്ള ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുക, കൃത്യമായ സോഷ്യൽ ഓഡിറ്റിങ്ങോടുകൂടി കൃത്യമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റിയോട് കൂടി ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. അതും മാധ്യമധർമ്മം തന്നെയാണെന്ന് ഞാൻ കണക്കാക്കിയത്. ഉറപ്പായിട്ടും അത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ ഒഴിവാക്കാൻ അത് സഹായിക്കും ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പൊ ജീവകാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെ ജീവകാരുണ്യ NGOs, നമുക്കറിയാം ഇന്ത്യയിലെ LP സ്കൂളുകളുടെ എത്രയോ മടങ്ങ് ഇരട്ടി NGOs നമ്മളത് എണ്ണമെടുത്ത് നോക്കുക. ഇന്ത്യയിൽ മൊത്തമുള്ള LP സ്കൂളുകളുടെ 10-30 മടങ്ങോളം ഇവിടുത്തെ NGOs ഉണ്ട്. ഈ NGOs ഏതൊക്കെയാണ് നിലനിൽക്കേണ്ടത്, ഏതൊക്കെയാണ് നിലനിൽക്കേണ്ടാത്തത്, ഏതൊക്കെയാണ് ഇത്തരം പുഴുക്കുത്തുകളെന്ന് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് നിയന്ത്രിക്കാനുള്ള സംവിധാനവും സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിലെ അനിവാര്യതയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നന്മയെ പ്രോത്സാഹിപ്പിക്കാം, തിന്മയെ നിരുത്സാഹപ്പെടുത്താം, തിന്മയെ വെളിയിൽ കൊണ്ടുവന്ന് പുറത്താക്കാം. അതിനുള്ള ഒരു പരിശ്രമത്തിൽ എല്ലാവരും ഭാഗവാക്കാകണമെന്നുള്ളത് എനിക്ക് ഇവിടെ അവസാനമായി പറഞ്ഞു വെക്കാൻ. താങ്ക് യു. വളരെ വളരെ വ്യക്തമാണ് ഡോക്ടർ ചാക്കോ കലാമറവിൽ. ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ധാരാളം
കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും പല വ്ളോഗർമാരും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ അത്തരം കുറിപ്പുകൾ ഷെയർ ചെയ്യുകയും അവരുടെ വ്യക്തിപരമായ അക്കൗണ്ടുകളിൽ ഇത്തരം പണപ്പിരിവ് നടത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങൾ ഫാക്ച്വലി കറക്റ്റാണോ, അല്ലെങ്കിൽ കൃത്യമാണോ, വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങളാണോ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് എന്ന കാര്യങ്ങൾ വെരിഫൈ ചെയ്യാനുള്ള ഉത്തരവാദിത്തം എല്ലാ വ്യക്തികൾക്കുമുണ്ട്. അതിനെല്ലാം അപ്പുറമായിട്ട് ഇത്തരത്തിലുള്ള നന്മമരങ്ങളെ ആശ്രയിക്കാതെ, ഇത്തരത്തിലുള്ള മീഡിയേറ്റേഴ്സിന്റെ സഹായങ്ങൾ ഇല്ലാതെ നേരിട്ട് ഇവരുടെ അക്കൗണ്ട് നമ്പറുകൾ കളക്ട് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് സഹായങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിൽക്കൽ പറഞ്ഞതുപോലെ അത്തരം സങ്കേതങ്ങളെയും സാധ്യതകളെയുമാണ് നമ്മൾ ആദ്യം പരീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നതാണ് ഷെക്കീന ബിഗ് ഡിബേറ്റിന് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. ചാരിറ്റിയുടെ മറവിൽ കേരളത്തിൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ, ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പീഡനം നടത്തിയത് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ വാർത്തയായി കണ്ടു. പക്ഷേ ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നത് നമ്മെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ചാരിറ്റി വീരന്മാർ, ചാരിറ്റി തട്ടിപ്പ് തമ്പുരാക്കന്മാർ അരങ്ങു വാഴുമ്പോൾ അത് ലൈംഗിക പീഡനത്തിലേക്കും സാമ്പത്തിക ചൂഷണത്തിലേക്കും, എന്തിനേറെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ടും ഏറെക്കുറെ തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനങ്ങളുമായിട്ടും ഇത്തരത്തിലുള്ള ചാരിറ്റിയിലെ തട്ടിപ്പ് വീരന്മാർ അരങ്ങ് തകർക്കുമ്പോൾ കണ്ടില്ലെന്നടിക്കുവാൻ കേരളത്തിന് സാധിക്കുകയില്ല. സർക്കാരിന്റെ കെടുകാര്യസ്ഥതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായ നിയന്ത്രണങ്ങൾ, അന്വേഷണങ്ങൾ ഇത്തരത്തിലുള്ള വീരന്മാർക്കെതിരെ ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഷെക്കീന ബിഗ് ഡിബേറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത റവറൻ ഫാദർ ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ, അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിൽക്കൽ, ശ്രീ റഷീദ് പറമ്പൻ, ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ, 4 പേർക്കും നന്ദി.